തുടങ്ങാം. ഹരേ ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞാൻ പറയണത് എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട്. നന്നായി ഗുരുവായൂരപ്പ. കാരണം എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഇങ്ങോട്ട് കിട്ടാണ്ടായി. എന്താ വെച്ചാൽ ചുമരിനോട് കഥ പറയണ പോലെ അല്ലെങ്കിൽ വർത്താനം പറയണ പോലെ ആവും. അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നാരായണ ഇരിക്കെങ്കിലും ചെയ്താൽ തർക്കമില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മാണം ശൂലപാണിം ഹരിമമരപതിം ഭാസ്കരം സ്കന്ദമിന്ദും വിഘ്നം വഹ്നിം ധനേശം വരുണമനിലപതിം ധർമ്മമര്യാൻ ഫണീന്ദ്രാൻ ദേവാൻ ദേവീ സമേതാൻ ഗ്രഹമുനി പിതൃഗോ പക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിവൃതാൻ സർവഭൂത്യൈ നമാമി സർവഭൂത്യൈ നമാമി സർവഭൂത്യൈ നമാമി. വെങ്കണപതയേ നമഃ സംസരസ്വത്യൈ നമഃ ഗുങ്കുരുഭ്യോ നമഃ വം വ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഹര ഹരോ ഹര ഹര സ്വാമിയേ ശരണമയ്യപ്പ. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീയാഞ്ജനേയ സ്വാമിക്ക് ജയ്. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ജഗദംബികായൈ നമ. കൊടുങ്ങല്ലൂരമ്മേ ശരണം, ചോറ്റാനിക്കരമ്മേ ശരണം, മൂകാംബികാദേവി ശരണം, അമ്മേ മഹാമായേ ശരണം. പണ്ടെന്റെ കാരണവരത്തൊരുമിച്ചു സൗഖ്യം പൂണ്ടെന്റെ മന്ദിരമതിൽ കുടിയുണ്ട സാക്ഷാൽ വണ്ടാറണിക്കുഴലി യക്ഷിമതീയമാതിനുണ്ടാവണേ കൃപ. അതിന്യക കൈതൊഴുന്നേൻ അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാംബുദേ. പ്രസീദമൽഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ജടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട. മലമതിരു ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ മകനും. അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേ, അമ്മേ തൊഴുന്നേ. ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഈ കൊറോണ കാലത്തും ഭാഗവതമാവുന്ന ആ തോണിയിൽ സഞ്ചരിക്കാൻ സാധിക്കുക, അതിന് നല്ല ഒരു കപ്പിത്താനും ഉണ്ടാവുക. കാരണം ആ തോണി വേണ്ട പോലെ കൊണ്ടുപോകാൻ വേണ്ടേ. നാരായണ ഗുരുവായൂരപ്പ. അതൊക്കെ സാധിച്ച മഹാത്മാക്കളെ, സജ്ജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. ഈ ഭാഗവത സപര്യയില് ഇവിടെ നവാഹായിട്ടാണ് എന്നാണ് കൃഷ്ണസ്വാമി പറയേണ്ടായത്. അദ്ദേഹത്തിന്റെ ഈ ശ്രമം വളരെ ഉദാത്തമായിട്ടുള്ളതാണ് കേട്ടോ. ആ ട്രാൻസ്ലേഷൻ വർക്ക് ഞാൻ നന്നായിട്ട്, അല്ലെങ്കിൽ ആ വ്യാഖ്യാനം വർക്ക് നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരന് ഭാഗവതത്തിലൂടെ കടന്നു പോകാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു മാർഗം, ഭാഗവതത്തെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം, അത് വീണ്ടും വണ്ണം സാധാരണക്കാരെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, സജ്ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ ഞാൻ കരുതുന്നു. ഞാനും അത് വേണ്ട പോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് വിചാരം. ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പറ്റാറുള്ളൂ വെച്ചാലും എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. നാരായണ ഗുരുവായൂരപ്പ. ഇതാ നമുക്ക് ഇന്ന് ഭാഗവതത്തിന്റെ, അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. മതി ധാരാളം. ഇന്ന് നമ്മുടെ വിഷയമായിട്ട് നിൽക്കുന്നത് പഞ്ചമസ്കന്ധത്തിന്റെ
ജോഗ്രഫിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ചുള്ളതായ ഡിസ്ക്രിപ്ഷനും തുടർന്ന് ഗുരുവായൂരപ്പ അജാമിളോപാഖ്യാനവും ആണ്. പഞ്ചമസ്കന്ധത്തിലൂടെ ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ അങ്ങനെ കൈപിടിച്ച് നടത്തുമ്പോൾ സജ്ജനങ്ങളുടെ ഒപ്പം നമ്മൾ ഒഴുകുക എന്നാണല്ലോ. അവിടെ 25-ാമത്തെ അധ്യായത്തില് ഭാഗവതത്തിന്റെ താല്പര്യം പോരാ, പഞ്ചമസ്കന്ധത്തിന്റെ താല്പര്യം, കർമ്മകാണ്ഡത്തിന്റെ താല്പര്യം എന്ന് വേണ്ട, ഒരു സജ്ജനം ആർജിക്കേണ്ടതായ കഴിവെന്താണ് അല്ലെങ്കിൽ നേടേണ്ടതായ സത്ത എന്താണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എപ്പോഴും അനുസ്മരിക്കാറുള്ള പോലെ, നാരായണ, ഒരാള് ജീവിക്കണത് അവനവന്റെ ആയുസ്സുള്ളതുകൊണ്ടാണ് എന്നൊക്കെ വെറുതെ അങ്ങനെ പറയാം എന്നല്ലാണ്ട് എന്താ ജീവിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഒരു തൃപ്തി എന്നതായ ഭാഷ, കുറച്ചും കൂടി കടന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, അത് എത്തുന്നവരെയാണ് ഒരാളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. അയാളുടേതായ ശ്രമത്തില് ആ ജീവിതം മുന്നോട്ട് പോണത് തൃപ്തി എന്നതായ ഭാഷയെ അല്ലെങ്കിൽ ആ അനുഭൂതിയെ സ്വായത്തം ആക്കണത് വരെയാണ് എന്നാണ് എൻ്റെ വിചാരം. കാരണം വളരെ കേമനായിട്ടുള്ള ജോൺ കീനിനെ പോലെയുള്ളതായ ആളുകൾ പറയുന്നുണ്ട്, വാട്ട് വി സീ ഈസ് നോട്ട് ദ റിയൽ വേൾഡ്, ഓൺലി എ ഹ്യൂമൻ പെർസെപ്ഷൻ. നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല ശരി, അതിൻ്റെ അപ്പുറത്ത് എന്തോ ഒന്ന്. ഇതൊക്കെ നമ്മൾ വിചാരിച്ചുണ്ടാക്കണതാണ്. നമ്മളുടെ വിചാരവികാരങ്ങളാണ് ഇതിനൊക്കെ രൂപവും ഭാവവും ഒക്കെ കൊടുക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് അനുഭൂതിയായി മാറുന്ന ആ തത്വം വരെ എപ്പോഴാണോ ആ അനുഭൂതി കിട്ടണത്, കാശ് കിട്ടിയാൽ ഇത്തിരി കുറച്ചു പേരൊക്കെ താല്പര്യം ഉണ്ടാവാം, അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അർത്ഥസ്യ സാധനയെ സിദ്ധേ ഉത്കർഷേ രക്ഷണേ വ്യയേ നാശോപഭോഗായ സത്രാസ ചിന്താഭ്രമോ നൃണാം. എത്ര ഭംഗിയായിട്ട് ഭിക്ഷുഗീതയിൽ ഗുരുവായൂരപ്പൻ അത് അവതരിപ്പിച്ച് തരണുണ്ട്. ധനം ഉണ്ടാവലല്ല, അപ്പൊ അത് നമ്മൾ കൊറോണ കാലത്ത് പ്രത്യേകിച്ച് കണ്ടുണ്ടാവും. ധനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, എല്ലാം കൂടി കൂട്ടി കെട്ടിപ്പെട്ട ഒരു യോഗം പോലെ. ഹരേ ഗുരുവായൂരപ്പ, ഇവിടെ സങ്കല്പം അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ ആ സാന്നിധ്യം നമ്മുടെ മുമ്പിലേക്ക് എത്തണത് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒഴുകിയെത്തേണ്ടത് ഈ തൃപ്തി എന്ന ഭാഷയെ ഉൾക്കൊള്ളാൻ വേണ്ടി ആവണം. ഞാൻ തൃപ്തനാണ്. ഭാഗവതത്തിലൂടെ പോയാൽ പോരാ, ഭാരതത്തിന്റെ തന്നെ സങ്കല്പത്തെ പൂർണ്ണമായിട്ട് നമ്മൾ എടുത്താൽ ലോകത്ത് ഈ ഒരാളല്ലാണ്ട് വേറൊരാളും തൃപ്തനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറെ സജ്ജനങ്ങൾക്ക് അത് എത്താൻ പറ്റിയിട്ടുണ്ട്. ആ പറ്റിയ ആള് കൃഷ്ണ പരമാത്മാവാണ്. കൃഷ്ണ പരമാത്മാവ് പറയണു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന്. അർജുന, ഞാൻ ചെയ്യേണ്ടതല്ല ചെയ്തു കഴിഞ്ഞു. അതേപോലെ നമ്മൾ ഓരോരുത്തരും ആ കൃഷ്ണ പരമാത്മാവിലേക്ക് ഒഴുകി എത്തുമ്പോൾ, ഗുരുവായൂരപ്പ, ഞാൻ അവിടുത്തെ അടുത്താണ്, ഞാനും തൃപ്തനാണ് കേട്ടോ എന്ന ആ ഒരു ഭാവം, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, എത്താനില്ല, നേടാനില്ല, ഞാൻ അവിടുത്തെ അടുത്താണല്ലോ എന്ന് ഉറപ്പിക്കാനുള്ളതായ ഒരു മനോഭാവം ഇതാ ഭാഗവതം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ആ 25-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം, ആ പാതാളത്തിന്റെയും ചോട്ടിൽ, നമുക്ക് ഏറ്റവും ജോഗ്രഫിക്കൽ സ്റ്റാറ്റസ് പറയുമ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് വേണ്ടേ തുടങ്ങാൻ. ഭാഗവതം പഞ്ചമസ്കന്ധത്തിലൂടെ ഒഴുകിയപ്പോ ഭൂഗോള ജ്യോതിർഗോള വർണ്ണന ആരംഭിച്ചത് ആദ്യം ഭൂമിയെ വർണ്ണിച്ചുകൊണ്ടാണ്. 16-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്നതായ ആ ഗോളവർണ്ണന അല്ലെങ്കിൽ ഭൂചരിത്രം, ഭൂവർണ്ണന, ഭൂമിയെ വർണ്ണിച്ചുകൊണ്ട് അതില് ജംബൂദ്വീപ്, നടുക്ക് നിൽക്കുന്നതായ ജംബൂദ്വീപിനെ വർണ്ണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ പ്ലക്ഷ, ശാൽമലി, കുശക്രൗഞ്ച്, ശാഖ, പുഷ്കര, സംജ്ഞ, ബാക്കിയുള്ളതായ 6 മറ്റ് ദ്വീപുകളെ കുറിച്ചിട്ടൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു
എന്താ പറയാ, പുരാണത്തിന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിന്റെ ഉദാത്തത വർണ്ണിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് തോന്നും വണ്ണാണ്. അല്ലെങ്കിൽ എന്നെ പോലെയുള്ളതായ മന്ദമതികൾക്ക് ഇത് മാത്രമേ അനുഭവപ്പെടണുള്ളൂ. ഏത്? ഇതൊക്കെ വർണ്ണിക്കുന്നത് ഇത് പറയാനാണ്. എന്നാ ഏതാമ്പൂരി പറയാൻ, ഏതാ ഇത്ര കേമായിട്ട് ഭാഗവതം ഉദ്ഘോഷിക്കുന്നതായ തത്വം എന്നാണെങ്കിൽ, എന്നാമശ്രുതം അനുകീർത്തയേ അകസ്മാൽ ആർത്തോ വാ യതി പതിത പ്രലംഭനാതു വാ ഹന്ത്യമഹ സപതി നൃണാമശേഷമന്യം കം ശേഷാൽ ഭഗവത ആശ്രയേൻ മുമുക്ഷു. മുമുക്ഷുവായിട്ടുള്ള ആള് ഇനി മറ്റൊരാളെ ആരാണ്? കം ശേഷാൽ ഭഗവത അന്യം ആശ്രയേൽ. ഈ ശേഷിക്കുന്നവൻ, അവിടെ ശേഷൻ എന്ന അനന്തൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കണ്ട. എല്ലാം തടുത്തു മാറ്റിയാൽ ആരാണോ ശേഷിക്കുന്നത്, എല്ലാത്തിൻ്റെയും എറ്റേണിറ്റിയായി നിൽക്കുന്നത് ആരാണോ, ആ തത്വത്തെ ഹരേ ഗുരുവായൂരപ്പ കം ശേഷാൽ ഭഗവത ആശ്രയേൽ മുമുക്ഷു, മോക്ഷേച്ഛു ആയിട്ടുള്ളതായ ഒരാള് ആരെയാണ്? ശ്രീ ഗുരുവായൂരപ്പനെ അല്ലാണ്ട്. എന്നാമശ്രുതം, ആരുടെ നാമം കേട്ടാൽ തന്നെ. ഇപ്പൊ ഇതാ നമ്മൾ ഇനി പറയാൻ പോണ്ടതായ കഥ, ഇതതിന് നേരെ നമുക്ക് ആ വഴിയിലേക്ക് തന്നെ കിടക്കാം. മറ്റതൊക്കെ എൻ്റെ ഭാഷ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഇന്നത് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്ക് അത് കൂടെ ഒന്ന് കിടക്കാം, സമയത്തിൻ്റെതായ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട്. കാരണം എനിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. ഈ കേരളത്തിലെ ഈ എന്താ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതിന് ആയതുകൊണ്ട് മകന്റെ പരീക്ഷയുടെ ഡേറ്റ് മാറ്റി. അതോടുകൂടി നമ്മുടെ ടൈം ടേബിളൊക്കെ ആകെ മാറിപ്പോയി. അദ്ദേഹത്തിന് കൃഷ്ണസ്വാമിയുടെ ഏറ്റേറുന്നതായ ഡേറ്റ് നാളെ മുതൽ പരീക്ഷ മകന് തുടങ്ങുന്നു. അപ്പൊ അതിനനുസൃതമായിട്ട് അതിന് മുമ്പ് നടന്നോട്ടെ എന്നുള്ള ധാരണയില്ല. പക്ഷെ അതങ്ങോട്ട് മാറ്റിയോടുകൂടി നാരായണ അവർക്ക് ക്ലാസ്സായി. ഈ ഗൃഹസ്ഥന്റെ വേഷമാണ് അധികവും കെട്ടുന്നത് കൊണ്ട്, ബാക്കിയുള്ള തിരുപ്പുടുത്തങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടറിലായതുകൊണ്ടും ഇങ്ങനെയുള്ളതായ സജ്ജനങ്ങളുടെ കൂടെ ഇരുന്ന് ഇത് കേൾക്കാനും അത് ആസ്വദിക്കാനൊക്കെ സാധിക്കാൻ അദ്ദേഹം വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ആളുകൾ നൽകിയതായ വളരെ റയറായിട്ട് കിട്ടുന്നതായ സന്ദർഭം. പാക വല്ലപ്പോഴും ചില പ്രഭാഷണങ്ങൾക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുക, അതല്ലേ ഇപ്പോൾ മാൻ ടു മാൻ കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തിയേക്കുന്നതായ സന്ദർഭം. മുഖത്ത് എന്തോ ഒരു ഭീകരമായ വസ്തു കേൾക്കണില്ലേ? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. മുഖത്ത് എന്തോ ഒരു നന്നായി നാരായണ ഒരു ഭീകരമായ വസ്തു പിടിപ്പിച്ചിട്ട് നമ്മളെ എല്ലാവരെയും അന്യോന്യം അറിയില്ല എന്നും കൂടി വരുത്തുന്നതായ ഒരു ഭാവം. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കടന്നാൽ എന്നാമശ്രുതം ഭാഗവതം നമുക്ക് നൽകണു. എന്നാമശ്രുതം അനുകീർത്തയേൽ അകസ്മാൽ ആർത്തോവാ യതി പതിത പ്രലംബനാൽ വാം. ആരായാലും എന്നാമ, ആരുടെ നാമമാണോ കേൾക്കണത് പാടണത്, അനുകീർത്തയേത് അകസ്മാത് പ്രലംബനാതുവാം. ആ ഒരു ഭാഷ കൂടി ഉണ്ട്. മറ്റുള്ളവരെ വെറുതെ പരിഹസിക്കാൻ വേണ്ടിയിട്ടായിട്ടും ഭാഷ പ്രകടിപ്പിക്കാൻ. കേമായിട്ട് ആ മാലയൊക്കെ ഇട്ടിരുന്ന് കുറെ നാരായണ 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 ജപിച്ചാൽ, നാരായണ ഇയാളോടൊക്കെ ചോദിക്കേണ്ടതായ ഭാഷ, എന്ത് ചെയ്തിട്ടാ ഈ അങ്ങക്ക് തൃപ്തി കിട്ടിയേക്കണേ? നമുക്ക് അറ്റത്തെത്താം. എല്ലാം നിരോധിച്ച് 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 അറ്റത്തെത്തും. നമ്മള് തൃപ്തിയിലാണ്, സംതൃപ്തിയിലാണ് ജീവിതം. ആ സംതൃപ്തമായ ഭാവം നമുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ആ ഗുരുവായൂരപ്പന്റെ നാമത്തെ ഒന്ന് എന്നാമശ്രുതം അനുകീർത്തയേൽ അകസ്മാൽ ആർത്തോ. ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതാ നമ്മൾ 23-ാമത്തെ അധ്യായത്തിൽ കേൾക്കുന്നുണ്ട്. ഈ ബുധൻ സൂര്യനിൽ നിന്ന് അകന്നാൽ, അല്ലെങ്കിൽ പൊതുവെ ജ്യോതിഷത്തിനോടും കുറച്ച് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ടാവും,
ബുധൻ സൂര്യനിൽ നിന്ന് അകന്നാൽ അതിവൃഷ്ടി, പിന്നെ എന്താ ഒന്നെങ്കിൽ അതിവൃഷ്ടി, അല്ലെങ്കിൽ എന്താ പറയാ ഭൂമി കുലുക്കം, ഇങ്ങനതായ ഭ്രമങ്ങള് അനുഭവപ്പെടാന്ന് നമ്മൾ ഇത് കുറക്കാലമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ 1 ഇതിലൊക്കെയാണ് ആ ചൊവ്വയുടെയും ഇതിൻ്റെയൊക്കെ ഒരു വ്യാഴത്തിൻ്റെയും ഒക്കെ ഒരു ഇതുണ്ടായിരുന്നത്, ജംഗ്ഷൻ ഉണ്ടായിരുന്നത് ശനിയുടെ നാടാണ്. അതിനുശേഷം എന്തെന്നില്ലാത്തതായ ഭീകരത മാർച്ച് അവസാനം മുതൽ നമുക്ക് എന്തെന്നില്ലാത്തതായ ഭീകരത ഭാരത ഭൂമിയിൽ അനുഭവപ്പെട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, ഏതൊക്കെ തരത്തിലുള്ളതായ അബദ്ധങ്ങൾ ഇപ്പൊ ഈ കൊറോണയുടെ ഇടയിൽ നമ്മളൊക്കെ നീ എന്താ കാട്ടുക എന്നൊക്കെ വിചാരിച്ച് ആകെ പരിഭ്രമിച്ചിട്ടുണ്ടാവാം. ഇതിനൊക്കെ ഒരറ്റുണ്ട്. ഇതാ വിശ്വസിക്കാനുള്ളതായ ആ പിടിവള്ളി ഞാനാണ് എന്ന് സജ്ജനങ്ങളാൽ ഉദ്ഘോഷിക്കപ്പെട്ട ഗുരുവായൂരപ്പൻ എന്നാമശ്രുതം അനുകീർത്തയേതകസ്മാൽ അകസ്മാൽ ആർത്തോവാം. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ആർത്തോവാം. എല്ലാ തരത്തിലുള്ളതായ ദുഃഖങ്ങളും അനുഭവിക്കുന്നവന് പിടിവിള്ളിയായിട്ടുള്ളത് സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പന്റെ നാമത്തെ ഉദ്ഘോഷിക്കലാണ്, അല്ലെങ്കിൽ അത് ആസ്വദിക്കലാണ്. അനുകീർത്തയേൽ, അതിനെ അനുകീർത്തയേൽ, ഈ നാമം ജപിക്കുമ്പോ സുഖം. എനിക്ക് ആ ഭാഷ തന്നെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ, സുഖം എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇരുന്ന് ജപിക്കുന്നേക്കാൾ കുറെ ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ആ ഗോവിന്ദ നാമങ്ങളെ സ്വയം ആസ്വദിക്കുന്നതിനോടൊപ്പം തൻ്റെ കൂടെയും കുറെ ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. എന്നാ എന്താ ഗുരുവായൂരപ്പന്റെ ഭാഷയിലെ അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ ഭാഷയിലെ ന അല്പേ ഭൂമാ വൈ സുഖം ന അല്പേ സുഖമസ്തി എന്ന്. വലുതിൽ തന്നെയാണ്, കൂട്ടത്തിൽ തന്നെയാണ് സുഖം, ചെറുതിൽ അല്ലെ അതിനൊക്കെ വളരെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന്. ആ വലിയതായ ആ തത്വത്തെ എന്നാമശ്രുതം അനുകീർത്തയേ അകസ്മാൽ ആർത്തോവാം യതി പതിത പ്രലംഭനാതുവാം ഹന്ത്യം ഹ ഏതൊ ഹന്ത്യം ഹ സപതി ഹന്തി അംഹാം സപതി അംഹ ഹന്തി. അപ്പൊ തന്നെ ഇല്ലാണ്ടാക്കണു. ഏത്? നമ്മുടെ പാപങ്ങളെ മുഴുവൻ അപ്പൊ തന്നെ ഇല്ലാണ്ടാക്കണു. പൂർണ്ണമായ ബോധം ആ ഗുരുവായൂരപ്പനെ എന്തെന്നില്ലാത്തതായ ഭാഷയിൽ ആശ്രയിക്കാൻ തന്നെയാണ്. അവിടെ തന്നെയാണ് നമുക്ക് ആ പരിപൂർണ തൃപ്തി ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇവിടെ നോക്കൂ, ആ ഒരു മുമ്പത്തെ ശ്ലോകം ഉണ്ടല്ലോ, ആ 7ാമത്തെ ശ്ലോകം, ധ്യായമാന. ഗുരുവായൂരപ്പനെ ധ്യാനിക്കേണ്ടതായ വർണ്ണന വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്, അവതരിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഈ പൂജ സങ്കല്പത്തെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്കറിയാം. പീഠപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുക എന്ന് പറയും. കുറച്ച് പൂവ്, ചന്ദനം, വലത്തിയിട്ടുള്ള വെള്ളം, അക്ഷതം ഇതെല്ലാം കൂടി എടുത്തിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു ധ്യാനം ഉണ്ട്. ആ ധ്യായമാന സുരാസുരോരഗ സിദ്ധ ഗന്ധർവ വിദ്യാധര മുനിഗണൈരനവരത മതമുദിത വികൃത വിഹ്വലലോചന സുലളിത മുഖരികാമൃതേനാപ്യായമാന സൗപാർഷദ വിഭുതയൂഥപതീന പരിമ്ലാന രാഗ നവതുളസികാമോദമദ്വാസവേന മാദ്യൻ മധുകരൗറാദ മധുരഗീതശ്രീം വൈജയന്തീം സ്വാമനമാലാം നീലവാസായകുണ്ടലോ ഖലകുതികൃത സുഭഗ സുന്ദര ഭുജോ ഭഗവാൻ മാരണേ മാഹേന്ദ്രോ വാരണേന്ദ്രൈവ കാഞ്ചനീം കക്ഷാം ഉദാരലീലോ വിഭർത്തി. ധ്യാനിക്കേണ്ടവർക്കായിട്ട് ഇതാ ആ അതിസുന്ദരമായ അഗ്രേ പശ്യാമി എന്ന് പട്ടേരിപ്പാട് ഞാൻ കാണുന്നു അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു എന്നതായ തലത്തിലേക്ക് ഉയർന്നതുപോലെ ഭാഗവതോപാസകന്മാരെ മുഴുവൻ ധ്യായമാന
അവിടെ കാണുന്നതായ സകല ആളുകളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് താൻ തന്നെയാണ് ധ്യാനിക്കേണ്ടതായ ആ വസ്തു അല്ലെങ്കിൽ ആ തത്വം എന്ന ലോകത്തിന് അവതരിപ്പിച്ചുകൊണ്ട് ധ്യായമാന സുരാസുരോരക സിദ്ധഗന്ധർവ ഹരേ ഗുരുവായൂരപ്പ വിദ്യാധര മുനിഗണേർ അനവരത മതമുഹൃത വിഹ്വലലോചന സുലളിത മുഖരികാമൃതേനാപ്യായമാന നാരായണ. ഇവിടെ ഉള്ള ആളുകൾ മുഴുവൻ പരിവൃതരായിക്കൊണ്ട് ശേഷൻ എന്നതായ ആ ഏതൊന്നാണോ ശേഷിക്കപ്പെടുന്നത് ആ അനന്തൻ, ആ അനന്തനെ കുറിച്ചിട്ട് ഭാഗവതം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അനന്തനെ കുറിച്ച് ക്രൂരനാണെന്നോ അല്ലെങ്കിൽ ഒരു ഭീകരനാണ് എന്നൊന്നും വിചാരിക്കണ്ട. സർവാംഗവലയ വിശദ വിപുലധവള സുഭഗരുചിരഭുജരജതസ്തംഭേഷു അഗുരുചന്ദന കുങ്കുമ പങ്കാലുലേപേന അവലിംബമാനാ തദഭിമരിച്ചുനോന്മതിത ഹൃദയമകരധ്വജാവേശര രുചിരലളിത സ്മിതാ തദനുരാഗ മദമുദിത ഹരേ വായുരപ്പാം വിഹൂർണിതാരുണ കരുണാവലോകനയനവദനാരവിന്ദം സവ്രീഡം ഹിലവിലോകയന്തി. ആ എന്താ അനന്തന്റെ നഖത്തിൽ സ്ഫുരിക്കുന്നതായ അദ്ദേഹത്തിന്റെ ഛായ കണ്ടിട്ട് തന്നെ എന്തെന്നില്ലാത്തതായ അനുഭൂതി അവിടെയുള്ളതായ നാഗരാജകുമാരികന്മാർക്കും ഇവിടെ ധ്യായമാന, ഇവിടെ ധ്യാനിക്കുന്നവർക്ക് ആർക്ക് സുരാസുരോരക സിദ്ധഗന്ധർവ വിദ്യാധര മുനിഗണേറുപഗീയമാന. ഏതൊക്കെ തരത്തിലുള്ളതായ ആളുകൾ ഇവിടെ ഗുരുവായൂരപ്പനെ ആരാധിക്കാനായിട്ട് തയ്യാറുണ്ടോ, ശേഷനെ ആരാധിക്കാനായിട്ട് തയ്യാറുണ്ടോ? നോക്കൂ, ഇത് ഏറ്റവും അടിയിലത്തെ കാര്യമാണ്. അപ്പൊ കുറച്ച് മുകളിലുള്ള ആള് നമ്മളൊക്കെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധ പുലർത്തണ്ടേ. ഭഗവാനെ ആരാധിക്കാനുള്ളതായ ആ മാർഗം ധ്യായമാന, ധ്യാനിക്കേണ്ടവർക്കുള്ളതായ ആ രൂപത്തെ ഇവിടെ അതിസുന്ദരമായിട്ട് വർണ്ണിച്ചു തന്നിട്ട് പറഞ്ഞു. എന്നാമശ്രുതം അനുകീർത്തയേൽ അകസ്മാൽ ആർത്തോവാ യതി പതിത പ്രലംഭനാദുവാ ഹന്ത്യം ഹ സപതി നൃണാം അംഹ സപതി ഹന്തി. ആരാണോ ഈ നാമം ഉരുക്കഴിക്കുന്നത്, അനുകീർത്തയിൽ കൂടെ എല്ലാവരും കൂടെ ഇങ്ങനെ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ. ആ നാമത്തെ ഉപാസിക്കുന്നത് അവരുടെ പാപങ്ങള് മുഴുവൻ ഇല്ലാണ്ടാവണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്താ തെളിവ്? അത് അനുഭൂതിയായിട്ട് കിട്ടണം, അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല കേട്ടോ. നമ്മള് പലപ്പോഴും പറയാറുണ്ട്, എല്ലാത്തിനും ഒന്നും തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. നമുക്കങ്ങനെ ഒരു വിശ്വാസമില്ലായാണ് ആരാണ് അതൊന്നും ഹാജരാക്കാൻ പറ്റാത്തതെന്നാണ് എൻ്റെ ഒരു ധാരണ. പൊതുവെ നമുക്കൊരാളെയും വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവനവനെ പോലും ഇല്ല എന്നേ പറയാൻ പറ്റുണ്ടാവുള്ളൂ. നമുക്ക് ഈ ഭയം എന്നതായ വികാരം നമ്മളെയൊക്കെ എന്തെന്നില്ലാണ്ട് ഗ്രസിച്ചിട്ടുണ്ട്. ആ ഭയം ഇല്ലാണ്ടാവാൻ ഏകമാർഗം വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിലൂടെ ഗുരുവായൂരപ്പനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഇതാ അനുഭവിച്ചോളൂ, സപതി അനുഭവിച്ചോളൂ എന്നാണ്. സപതി അംഹ ഹന്തി നൃണാം അംഹ സപതി ഹന്തി. ഹരേ ഗുരുവായൂരപ്പ. ആളുകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ സജ്ജനങ്ങളുടെ മുമുക്ഷുവിന്റെ പാപങ്ങളെല്ലാം അപ്പോൾ തന്നെ ഇല്ലാണ്ടാവണു. എപ്പോൾ തന്നെ? അപ്പോൾ തന്നെ. നാമം ആരാണോ പ്രലംബനാതുവ, കളിയായിട്ടായാലും കൊള്ളാം, ഗുരുവായൂരപ്പന്റെ നാമത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ പാപങ്ങള് അല്ലെങ്കിൽ അവനവന്റെ ദുരിതങ്ങള് ഇല്ലാണ്ടാവണം. മറ്റൊന്നിനെ കുറിച്ച് ആശ ഇല്ലാണ്ടാവണം. നമ്മള് കുട്ടിക്കാലത്തെ പറയും, ധാരാളം ആശിച്ചോളൂ, കുന്നിക്കുരുവോളം നാലേ കിട്ടുള്ളൂ, അല്ലെ, കുന്നോളം മോഹിച്ചോളൂ നാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ. ഈ ആശയ്ക്കൊക്കെ ഒരു ഘട്ടമുണ്ട്. ഒരു ഘട്ടം വരെ ആശയൊക്കെ പാടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബാഗിലേക്ക് സാധനങ്ങൾ എത്ര സാധനങ്ങൾ വെക്കാൻ പറ്റും? സാധാരണ ഒരു ബാഗ് വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ എത്ര സാധനങ്ങൾ വെക്കാൻ പറ്റും? നാരായണ വരെ എന്നൊക്കെ പൊതുവെ ഭാഷ പറയാം. വീണ്ടും വെക്കരുതേ, നാരായണ, അത് കീറിപ്പോവും. നാരായണ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുത്ത് പലതും മാറ്റണം. അതേപോലെ അവനവന്റെ ഉള്ളിലേക്ക് അത് നിറയണത് വരെ, അവനവന്റെ ഉള്ള് എപ്പോഴാണോ നിറയുക, നാരായണ ആ ഔട്ട് ബസ്റ്റിംഗ് ഉണ്ടാവുക, അതേവരെ ആ ഈശ്വര ഉപാസനയുടെ തത്വം സജ്ജനങ്ങളോട് കൂടി ഉൾക്കൊണ്ട് അനുഭൂതിയെ നേടുക. ഇതിനൊക്കെ കാരണമായിട്ടുള്ള അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരിതം ഭയം എന്ന വികാരമാണ്. അത് ഏകാദശസ്കന്ധത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഭയം എന്നതായ വികാരത്തെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കാൻ നമ്മൾ പൊതുവെ ഒന്ന് ധരിച്ചു നോക്കൂ. ഭയത്തിന്റെ കാരണം എന്താണ്? നമുക്കൊക്കെ പേടിയുള്ള ആളുകളാണ്. വെറുതെ പറയട്ടോ പേടിയില്ല എന്നൊക്കെ. ഭയത്തിന്റെ കാരണം എൻ്റെ ധാരണ അനുസരിച്ചിട്ട് ഒരു വിശ്വാസക്കുറവാണെന്ന് വെച്ചാലോ, ഇപ്പോൾ നിങ്ങളുടെ കല്യാണമല്ലോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആലുവ മണപ്പുറം അവിടെ ഒരു അച്ഛന്റെ കൈ പിടിച്ച് ശിവരാത്രിയുടെ അന്നാന്ന് കരുതാം. അപ്പൊ ഈ കൊല്ലത്തെ അല്ല കേട്ടോ, ഇക്കൊല്ലം അത്ര ആളിലൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ മണപ്പുറത്ത് സൂചി കുത്താൻ ഇടല്ല എന്നുള്ളൊരു ഭാഷയാണല്ലോ ശിവരാത്രിയുടെ അന്ന്. അന്ന് ഒരു അച്ഛന്റെ കൈ പിടിച്ചൊരു മകൻ ഇങ്ങനെ നടക്കുക. അവിടെ ധാരാളം കടകളും ഉണ്ട്. ആ കടകളെ നോക്കി ഇങ്ങനെ രസിച്ച് നടക്കുകയാണ് മകൻ. പക്ഷെ അച്ഛന് എന്തെന്നില്ലാത്തതായ ഭയം അനുഭവപ്പെടുന്നുണ്ട്. മകന് എന്തെന്നില്ലാത്തതായ ആസ്വാദ്യതയും അനുഭവപ്പെടുന്നുണ്ട്. അച്ഛന് ഭയം ഉണ്ടാവാൻ കാരണം മകൻ കൈവിട്ടു പോവുമോ എന്നാണ്. മകന് ഭയപ്പാടില്ലാത്തത് അച്ഛൻ ഉണ്ടല്ലോ തൻ്റെ രക്ഷയ്ക്ക് എന്നാണ്. നമ്മളെപ്പോഴും ഉൾക്കൊള്ളേണ്ടത് ഗുരുവായൂരപ്പൻ നമ്മുടെ രക്ഷയ്ക്കുണ്ട് എന്ന് പൂർണ്ണമായിട്ട് സജ്ജനങ്ങളുടെ വാക്കുകളെ ഉറപ്പിക്കുക. എന്നാൽ ഉള്ളിൽ നിന്ന് ആ ഭയം മാറിക്കിട്ടും. ഹന്ത്യം മഹാസപതി നൃണാം അശേഷം. ഒരു തരത്തിലുള്ളതായ ഭയവും നമുക്ക് ബാധിക്കില്ല. ഭയം ഒട്ടുപോലും ഉണ്ടാവരുത് കേട്ടോ. അത് ഉള്ളിൽ കിടന്നാൽ അതിങ്ങനെ മനുഷ്യനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതില്ലാണ്ടാക്കുക. ഏറ്റവും വലിയ അസുഖവും ഈ ഭയം തന്നെയാണ്. അതുകൊണ്ട് ആ ഭയത്തെ ഇല്ലാണ്ടാക്കുക. അതിന് സജ്ജനങ്ങൾ നിർദ്ദേശിക്കണു, ഗുരുവായൂരപ്പനെ ആശ്രയിച്ചോളൂ. അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ആ ഭയം ഇല്ലാണ്ടാവും. അതും ഏറ്റവും വലിയ ഭയം മരണഭയം. ആ മരണഭയം കൂടി ഇല്ലാണ്ടാവും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതിന് ഏറ്റവും ആ ഭയം ഇല്ലാണ്ടാക്കാനുള്ളതായ ഏറ്റവും ഉദാത്തമായ മാർഗം ഗുരുവായൂരപ്പന്റെ നാമം ജപിക്കുക തന്നെയാണ്. കം ശേഷാൽ ഭഗവതാശ്രയേൽ മുമുക്ഷു. ആ ഗുരുവായൂരപ്പനെ അല്ലാണ്ട് വേറെ ആരെ ആശ്രയിക്കാൻ പോണത്? നീ ഗുരുവായൂരപ്പൻ ചിലപ്പോൾ എനിക്ക് ശിവനെയാണ് ഇഷ്ടം, എന്നാൽ ശിവനെ ആയിക്കോട്ടെ. ഭദ്രകാളിയാണോ, ഗണപതിയാണോ, പൂന്തനെയാണോ, ഏത് രൂപത്തിലുള്ളതായാലും ആയിക്കോട്ടെ. ഒക്കെ ഗുരുവായൂരപ്പൻ എന്ന ഭാഷ കൊണ്ട് ഞാൻ വ്യവഹരിക്കണമെന്ന് എഴുതൂ കേട്ടോ. അല്ലാണ്ട് ഗുരുവായൂർ മാത്രമല്ല ഒരു ദേവരെന്നൊന്നുമില്ലേ. പൊതുവെ എന്നെ അറിയുന്ന ആൾക്ക് അറിയുണ്ടാവാം ഈ ഭാഷ ഇതിന് വായിന്ന് പോകണമില്ല. എത്രയൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചാൽ അത് മുഴുവൻ ഒരു ഫാബ്രിക്കേറ്റഡ് വേർഷൻ പോലെ ഇങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ അങ്ങനെയാവും. അതുകൊണ്ട് ഇതിങ്ങനെ തള്ളു നിന്നോട്ടെ എന്ന്. ഒരു ഗുരുവായൂരപ്പ ആരെ ശിവനെ തൊഴുക അല്ലെങ്കിൽ ഗണപതിയെ തൊഴുകയാണെങ്കിലും ഗുരുവായൂരപ്പ എന്ന് തൊഴാൻ സാധിക്കുക. അത് ഭഗവാന്റെ ഒരു നാമമായിട്ട് ഉൾക്കൊണ്ട് കം ശേഷാൽ ഭഗവത ആശ്രയേൽ മുമുക്ഷു. മോക്ഷേച്ഛുവായിട്ടുള്ളതായ ഒരാള് ആശ്രയിക്കേണ്ടത് ആ ശേഷിക്കുന്നവനെയാണ് എന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നു. എന്തെന്നില്ലാത്തതായ ഉദാത്തത ഗുരുവായൂരപ്പൻ. അതിന് മുമ്പത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്, യദ്രൂപം ധ്രുവമകൃതം യഥേകമാത്മന്നാനാഥാൽ കഥമുഖവേദ തസ്യവതുമാ മൂർത്തിം ന പുരുകൃപയാബഭാരസത്വം സംശുദ്ധം സതിദം വിഭാതി യത്ര. ഇത് തന്നെയല്ലേ, ഈ ഒരു ഭാഷ തന്നെയല്ലേ പട്ടേരിപ്പാട് അഗ്രേ പശ്യാമി. ഞാൻ കാണുന്നുണ്ട് ആദ്യം ഇതൊക്കെ ഉണ്ടോ എന്ന് അല്ലെ. തൻ്റെതായ ദുരിത ഭാവങ്ങളെ മുഴുവൻ ഇത് തൻ്റെതാണ് എന്ന് അനുഭവിച്ചിരുന്നതായ പട്ടേരിപ്പാടില് ഇപ്പതാ അത് മുഴുവൻ ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇതിനെ ഈ ആവശ്യമില്ലാത്തതായ ദുരിതത്തെ പ്രതി ഇങ്ങനെ സങ്കടപ്പെടണത്, എൻ്റെ മൂക്കെന്താ അങ്ങനെയെന്ന് ചോദിക്കാറുണ്ടോ? അതങ്ങനെയാണെന്ന്.
അതേപോലെ തൻ്റെ ഈ ഇത് അങ്ങനെ അനുഭവിക്കേണ്ടതാണ് എന്ന് സ്വയം അനുഭവപ്പെട്ട് ഇതിനെയല്ല താൻ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ആസ്വദിക്കേണ്ടതായിട്ടുള്ളത് മുമ്പിൽ അങ്ങനെ വിളങ്ങുന്നതായ ആ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെയാണ് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു. കം ശേഷാൽ ഭഗവത ആശ്രയേ. മുമുക്ഷുവായിട്ടുള്ള ആള്, മോക്ഷേച്ഛുവായിട്ടുള്ളതായ ഒരാള് ആരെയാണ് ആശ്രയിക്കേണ്ടത്? ആ ശേഷഭഗവാനെ അല്ലെങ്കിൽ ശേഷിക്കുന്നവനായ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെയല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഭൂഗോള ജ്യോതിർഗോള പറഞ്ഞ നമുക്ക് നേരെ ഈ ശ്ലോകത്തിന്റെ തത്വം തന്നെയല്ലേ അജാമിളോപാഖ്യാനം കൂടി കേട്ടു നോക്കി നോക്കുക. അത് കഴിഞ്ഞിട്ട് പഞ്ചമസ്കന്ധത്തിലിരിക്കുന്ന പുറയിലേക്ക് പോവുക. കാരണം പഞ്ചമസ്കന്ധത്തിൻ്റെതായ ഭാഷയിലൂടെ നമ്മളൊന്ന് നോക്കുമ്പോൾ ഓരോ ഭരതയോഗീശ്വരന്റെ കഥയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെ, ആരംഭിക്കുന്നത് തന്നെ. സാക്ഷാൽ ജഗദംബികയെ നേരിട്ട് കാണാൻ സാധിച്ച ഭരതന്റെ രണ്ടാമത്തെ ജന്മം, അല്ലെ, ഭരതയോഗീശ്വരൻ പ്രിയവർദ്ധന്റെ വംശത്തിൽ പിറന്നതായ നാഭിയുടെയും മേരുദേവിയുടെയും ഒക്കെ അല്ലെ പുത്രനായി പിറന്നതായ ഋഷഭയോഗീശ്വരൻ. ആ ഋഷഭയോഗീശ്വരന്റെ വംശത്തിൽ പിറന്ന നാരായണ സാക്ഷാൽ ഭരതന് ജഗദംബികയെ അപ്പോഴല്ല രണ്ടാമത്തെ ജന്മത്തിലേ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. എന്തൊരു ഭീകരമായിട്ടുള്ളതായിരുന്നു അല്ലെ ഭഗവതിയുടെ ആ ആവിർഭാവം. ഗുരുവായൂരപ്പ ശ്ലോകം വായിൽ വരുന്നില്ലല്ലോ. നാരായണ ഇതി തേഷാം വൃഷളാനാം രജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിക്ത മനസാം ഭഗവത് കലാവീരകുലങ്കദർഭീകൃത്യ ഉൽപ്പഥേന സ്വൈരം വിഹൃതാം ഹിംസാവിഹാരാണാം കർമാതിദാരുണം ബ്രഹ്മഭൂതസ്യ സാക്ഷാൽ ബ്രഹ്മരക്ഷുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃതസൂനായാമപി നമതാലബ്ധനം തദുപലഭ്യ ബ്രഹ്മതേജസാദിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സഹസാ ഉച്ചചാട സൈവ ദേവീ ഭദ്രകാളി പുരുഷമമൃഷരോഷാവേശരപസവിലസിതപുകുട്ടിപിട്ടപകുട്ടിലതംഷ്ട്രാരുണേക്ഷണാടോപാതിഭയാനകവദനാഹന്തുകാമേ വേദം മഹാട്ടഹാസമതിസംരംഭേണ വിമുഞ്ചന്തി തതോൽപത്യപാപീയസാന്തുഷ്ടാനാം തേനേ വാചിനാങ്കിളാത്സ്രവന്തമസൃഗാസോമത്യുഷ്ണം സഖഗണേന നിബീയ അതിപാനമതവിക്കുലോച്ചൈസ്തരാം സ്വപാർഷദൈ സഹജഗോ നർത്താച വിജഹാരാചാം ശിരക്കന്തുകലീലയാം. ഭഗവതി നേരിട്ട് കാണാൻ സാധിച്ചത് നോക്കൂ. ഇതിന്റെ മറ്റൊരു ഓൾട്ടേർഡ് വേർഷൻ അജാമിളൻ കാണുന്നതായ പുരുഷാൻ ത്രീം ദൃഷ്ട്വാം ഭൃശദാരുണാൻ വക്രതുണ്ടാൻ ഊർധ്വരോമണ ആത്മാനം നേതുമാകമൻ. എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ? നാരായണ ഭാഗവതം ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ളതായ കഥാരംഗങ്ങളിലൂടെ മുമ്പോട്ട് നീങ്ങുന്നതാണ്. പഞ്ചമസ്കന്ധത്തില് ഭരതന്റെ വംശത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. സുമതി, രാഷ്ട്രഭൃത്ത്, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതു, അങ്ങനെ ഇങ്ങനത്തെ നാരായണ ഗുരുവായൂരപ്പ. ആ വംശത്തില് ഒരു 10, 12, 13 താവഴിക്ക് ശേഷമാണ് ഗയൻ എന്നതായ ഒരു ഭാവത്തില് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ അവതരിക്കുന്നത്. ആ ഗയ യോഗീശ്വരന് സാക്ഷാൽ ശ്രീഹരിയെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നും തൻ്റെ അർഘ്യങ്ങൾ മുഴുവൻ ഭഗവാനിലേക്ക് നേരിട്ട് ചാർത്താൻ സാധിച്ചു, അല്ലെങ്കിൽ അർപ്പിക്കാൻ സാധിച്ചു, നിവേദ്യങ്ങൾ മുഴുവൻ സമർപ്പിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഗുരുവായൂർ ഉണ്ണിയുടെ കഥയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഉരുള ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വെലുകൊണ്ടൂനിൻ കൂടലയ്യോ താളു പോലെ തളർന്നു പോയി കണ്ണനുണ്ണി മാമുണ്ണണേ. ഗുരുവായൂരപ്പന്റെ വായിലേക്ക് നമ്മളിങ്ങനെ പാട്ടുപാടി സമർപ്പിക്കുന്നു എന്നൊക്കെ വയ്ക്കണ ആ ഭാവം പോലെ ആ ഉണ്ണിക്ക് അങ്ങനെ നേരിട്ട് സമർപ്പിക്കാൻ സാധിച്ചു. ഒരു പൂജകനാവുമ്പോൾ അവനവന്റെ ധ്യാനിക്കണവൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപത്തെ ഉള്ളിൽ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞ് ആവാഹിക്ക് അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ അവാഹിതോ ഭവ, സംസ്ഥാപിതോ ഭവ, സന്നിധാവിതോ ഭവ, സന്നിരുദ്ധോ ഭവ, സാന്നിധ്യം ഗുരു പ്രസീത പ്രസീത. ഇപ്പൊ ആ ചന്ദ്രവെള്ളം എടുത്തിട്ട് ഇങ്ങനെ വ്യാപകം ചെയ്യാൻ
ആ ഗുരുവായൂരപ്പന്റെ അംഗപ്രത്യംഗങ്ങൾ മുഴുവൻ താൻ സ്പർശിക്കുകയാണ്. നോക്കൂ, എന്തൊരു ഉദാത്ത തലത്തിലേക്ക് ആ പൂജകൻ എത്തിച്ചെല്ലണു. ഇതേപോലെ ഓരോ അനുഭൂതി ഈ ഉപാസകന്മാർക്ക് മുഴുവൻ ധ്യാനിക്കുന്നവർക്ക് മുഴുവൻ വിതരണം ചെയ്യാൻ. ഇതാ അന്ന് ഗുരുവായൂരപ്പൻ മുമ്പിൽ വന്ന് അങ്ങനെ ഏറ്റെടുത്തപ്പോ, നമ്മുടെ മുമ്പിൽ ഗുരുവായൂരപ്പൻ വന്നാൽ നമ്മൾ അങ്ങനെയൊന്നും കൊടുത്തു നിൽക്കുകയല്ല. ഗുരുവായൂരപ്പൻ വന്നാൽ നമുക്ക് പേടിയുണ്ടാവുക. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും ഗുരുവായൂരപ്പനോട്. നമ്മളിങ്ങനെ ഗുരുവായൂരപ്പ വരൂ ഭഗവാൻ വന്നു ചെയ്യാം. അപ്പൊ അടുത്ത് തന്നെ ഉണ്ടായിന്ന് ഒരു കുട്ടി കളിക്കാൻ പോയത്, അവർ രണ്ടുപേരും കൂടി ഈ കാർട്ടൂൺ കൃഷ്ണന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഒരു പൂമ്പാറ്റ അങ്ങനെ പറന്നു വന്നു അത്രേ. അവർ നോക്കുകൊണ്ട് ആ കുട്ടി പൂമ്പാറ്റയുടെ ചിറക് മയിൽപീലിയുടെ ചിറകാണ്. എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞത്, തിരുമേനി ഞങ്ങളത് കൃഷ്ണനെ കണ്ടുവന്ന. അവർ ഈ വർണ്ണന മുഴുവൻ നടത്തി. ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൂമ്പാറ്റ ചിറക് വീശി, മയിൽപീലിയുടെ ചിറകുള്ള പൂമ്പാറ്റ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ആരാ പൂമ്പാറ്റ എന്നറിയോ? ഗുരുവായൂരപ്പനാണ്, കൃഷ്ണനാണ്, കള്ളകൃഷ്ണേ, ഞങ്ങളുടെ കഥ കേൾക്കാൻ വന്നാണ്. നോക്കൂ, ഈ അനുഭൂതി സജ്ജനങ്ങളിലേക്ക് പകർന്നു കിട്ടാൻ, ധ്യാനിക്കുന്നവർക്ക് മുഴുവൻ പകർന്നു കൊടുക്കാൻ വലുതാണ് സുഖം എന്ന് ആരാധിക്കുന്ന അല്ലെങ്കിൽ മോഹിക്കുന്നതായ ആളുകൾക്ക് ഈ വലുതായിട്ടുള്ളതായ ഭഗവാന്റെ സ്വരൂപത്തെ, ഏതൊക്കെയാണോ നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് സങ്കല്പിക്കുന്നതായ ആ ചിന്താഗതിയുള്ളതായ ആ ഭാവത്തെ നമുക്കൊക്കെ ഒരു തോന്നിയിട്ടുണ്ടാവും, ഇതൊക്കെ എവിടുന്ന് ഉണ്ടായി, ഈ ഭൂമി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആധ്യാത്മിക വിവരണം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഭാഗവതത്തിന്റെ സംജ്ഞ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ശ്ലോകം തന്നെയാണ്. എന്നാമശ്രുതമനുകീർത്തയിൽ അകസ്മാലാർത്തോ വാ യതി പതിത പ്രലംബനാഥുവാ ഹന്ത്യമഹസപതി നൃണാമശേഷം അന്യം കം ശേഷാൽ ഭഗവതാശ്രയൻ മുമുക്ഷു. ഇത് ഉള്ളിൽ ഒന്ന് ധരിച്ചു വെച്ചാക്കിക്കോ, അല്ലെങ്കിൽ അവനോൻ വായിക്കുമ്പോൾ ഒന്ന് രണ്ടാമതെടുത്ത് ചിന്തിച്ചു നോക്കിയാൽ മതി ഈ ശ്ലോകത്തിന് ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന്. ഹരേ ഗുരുവായൂരപ്പ, ഭൂമിയുടേതായ വർണ്ണനകൾ എന്തെന്നില്ലാത്തതായ ഒരു അനുഭൂതി അല്ലെങ്കിൽ വിവരണം, വിടരാൻ വെമ്പുന്നതായ ഒരു താമര പൊട്ടു പോലെ എന്നൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ വർണ്ണിക്കാൻ ആരംഭിക്കുന്നത്. നോക്കൂ, നമുക്കും അറിയാം ഒരു ഗ്ലോബ് പോലെയല്ല, രണ്ട് സൈഡിലും ഓരോ പ്രൊജക്ഷൻ ഫ്ലാപ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കും അറിയാം. ഭൂമിയുടേതായ സ്ഥിതി അങ്ങനെയാണ്. അതിൽ നടുക്കുള്ളതായ ജംബൂദ്വീപിനെ കുറിച്ചും പിന്നെ പ്ലക്ഷൻ, ഒരു ജംബൂദ്വീപിനെ വർണ്ണിക്കാൻ തന്നെ എത്ര നേരം എടുക്കുന്നുണ്ട്. പിന്നെ പ്ലക്ഷൻ, ന്യഗ്രോധ, ബാക്കിയുള്ളതായ ദ്വീപുകളെ കുറിച്ചിട്ടൊക്കെ വർണ്ണിക്കാനുള്ള ഒരു ഭ്രമം, ഒരു ഭാഷ നടത്തുക. പക്ഷെ അവിടെയും നമ്മുടെ ലക്ഷ്യം നോക്കിയാൽ കാണാം, ഈ ഓരോരോ പ്രദേശത്തെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും ജംബുവിന്റെ നടുക്ക് എന്ത് ദ്വീപ് എന്ന് ഗുരുവായൂരപ്പ, വായൂർ പറഞ്ഞില്ലല്ലോ, ജംബൂദ്വീപിന്റെ നടുക്ക് ഉള്ളതായ ആ ഹരേ ഗുരുവായൂരപ്പ, എന്താ അതിന്റെ പേര് പറഞ്ഞ, മേരുപർവ്വതം. ജംബുവിന്റെ നടുക്കുള്ളതായ മേരുപർവ്വതം, അതിന്റെ നടുക്ക് ഇളാവ്രതം, അങ്ങനെ രമ്യകം ഹിരൺമയം, കുരു, ഹരിപരുഷം, കിംപുരുഷം, ഭാരതം, കേതുമാലം, ഭദ്രാശ്വം, ഇങ്ങനെയുള്ളതായ ഡയറക്ഷൻസിനനുസൃതമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ഭൂപ്രദേശങ്ങള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ കാണാൻ അങ്ങനെ പിടിച്ചിരിക്കുന്നതായ ഒരു സ്വരൂപം. അതിന് ഇങ്ങനെ ഓരോരോ ലെയറിലേക്ക് ഒരു ലെയർ അങ്ങനെ അകലേക്ക് പോകുന്നതായ ഒരു ഭാഷ. അപ്പൊ നടുക്ക് ഇരിക്കുന്നതായ മേരുപർവ്വതത്തെ ചുറ്റിയാണ് ഈ ദേശങ്ങള് മുഴുവൻ നിലനിൽക്കുന്നത് എന്നും, ഇത് ഓരോ ദേശങ്ങളെയും ഓരോ ദ്വീപുകളെയും ഓരോരോ സമുദ്രങ്ങളാൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്നും, അവിടെ ഓരോരോ പർവ്വത നിലകൾ
ഇവർക്കൊക്കെ ഓരോ ബൗണ്ടറികൾ കൽപ്പിച്ചിട്ടുണ്ടെന്നും ഈ 7 ഇതിന്റെയും അപ്പുറത്താണ് ലോകാലോക പർവ്വതം എന്നും ആ ലോകാലോക പർവ്വതമാണ് ഇത് ഈ ഭൂഗോളത്തിന്റെ മുഴുവൻ ബൗണ്ടറി എന്ന് പറഞ്ഞ് കൊണ്ടുവരിക. അതിന്റെ അപ്പുറത്തേക്കുള്ളത് അലോകമെന്നും ഇതിനെ ലോകം എന്നും കൽപ്പിച്ചുകൊണ്ടാണ് വർണ്ണന നടത്തുന്നത്. പോരാ, ഈ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതായ ഓരോ ദ്വീപുകളിലും ഇവിടെയാണ് നമ്മൾ ഈ ഭാഗവതത്തിന്റെ ഈ സങ്കല്പം കണ്ടെത്തുന്നത്. ഈശ്വരൻ ആരാധിക്കപ്പെടുന്നത് ഇന്ന രൂപത്തിലാണ് എന്ന് പറയാനാണ്. അപ്പൊ ഭാഗവതത്തിന്റെ സംജ്ഞ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ശിവശിവ ബ്രഹ്മർഷിയുടെ ഗുരുവായൂരപ്പന്റെ സംജ്ഞ തന്നെ അവതരിപ്പിക്കപ്പെടേണ്ടത് തന്റെ നാമത്തെ ഉപാസിക്കാനുള്ളതായ മാർഗമെന്നും അല്ലെങ്കിൽ തന്നിലേക്ക് വരാനുള്ളതായ അനുഭവിക്കാനുള്ളതായ മാർഗമായിട്ട് കേൾക്കുക. ഈ വലുതായിട്ട് കേൾക്കുന്നതായ ഭൂമി മുഴുവൻ തന്നെ യാതൊന്നു കാൺമതത് ഹരിനാരായണായ നമ, ഈശ്വരനെ ഉപാസിക്കാനുള്ളതായ മാർഗമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് തോന്നുക. ഈശ്വരനെ ഇതാ ഇളാവൃതേ തൂ ഭഗവാൻ, ഓരോരോ പ്രദേശത്ത് ഭഗവാൻ അവതരിപ്പിക്കപ്പെടുന്നതായ സ്വരൂപം ഇളാവൃതത്തിൽ സംഘർഷണ സ്വരൂപത്തിലാണ് വർണ്ണിക്കുന്നത്. നോക്കൂ, ഈ സംഘർഷണനെയാണ് നമ്മൾ 25-ാമത്തെ അധ്യായത്തിലെ ആദ്യം കേൾക്കേണ്ടതായത്, അനന്തനെ. അതിന് മറ്റൊരു ഭാഷയില് നാരായണ, അനന്തനായിട്ടുള്ളവൻ, സംഘർഷൻ. അവിടെയും സംഘർഷണോ നാമരുദ്ര, അവിടെയും നമ്മൾ സംഘർഷണൻ എന്നതായ ഭാവം തന്നെയാണ് കേൾക്കുന്നത്. ഈ ഇളാവതത്തില് ആരാധിക്കപ്പെടുന്നതായ ഈശ്വര സ്വരൂപം പാർവതി പരമേശ്വരന്മാരാണ്. ആ പാർവതി പരമേശ്വരന്മാര് സംഘർഷണനെ മൂർത്തിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയാണ് സംഘർഷണനെ അല്ലെങ്കിൽ ഏത് മന്ത്രത്തിലൂടെയാണ് ഹരേ ഗുരുവായൂരപ്പ ഉപാസിക്കണത്? സാക്ഷാൽ ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യായനായ അനന്തായ അവ്യക്തായ നമ ഇതി. നോക്കൂ, അവിടെ ആരാധിക്കപ്പെടുന്നതായ മന്ത്രത്തിന്റെ ഏറ്റവും അവസാനം അവ്യക്തായ നമ. ഒരിക്കലും അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് മുഴുമിപ്പിക്കാൻ പറ്റാത്തത് ഏതൊക്കെ ഉണ്ടോ അതിന് അപ്പുറത്തേക്കുള്ളത്, അതിനേക്കല്ല ലിമിറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നൊക്കെ നമുക്ക് അനുഭവപ്പെടും. എല്ലാത്തിനും അപ്പുറത്തുള്ളതായ ആ ഈശ്വരഭാവത്തെയാണ് സംഘർഷണൻ, എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്ന പാർവതി പരമേശ്വരന്മാർ പോലും ഉദ്ഘോഷിച്ചുകൊണ്ട് ആരാധിക്കുന്നത്. ആ ഇളാവൃതത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് അവിടെ ആരാധിക്കപ്പെടുന്നതായ ഈശ്വര സ്വരൂപത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നു. പിന്നീട് ഗുരുവായൂരപ്പ ഭദ്രശ്രവസുകളാൽ ആരാധിക്കപ്പെടുന്നതായ രമ്യകം എന്നതായ ദേശത്തെ കുറിച്ചിട്ട് പറയുന്നു. അവിടെ നാരായണ ഗുരുവായൂരപ്പൻ ആരാധിക്കപ്പെടുന്നത് ഹയഗ്രീവൻ. ഇതൊന്നും എഴുതി വെക്കാണ്ട് ഇങ്ങനെ വരിവരിയായിട്ടൊന്നും നമ്മുടെ ഉള്ളിൽ പെടില്ലെന്ന്. ഒന്നാമത് ഈ കൊറോണ നമ്മളെ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ. പക്ഷെ ഉറപ്പുണ്ട് നമ്മളൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് എത്തുന്നത്. നമ്മൾ ആ വിശ്വാസം പിടിക്കാനേ, അല്ലാണ്ട് വേറെ മാർഗമില്ല. ആ വിശ്വാസത്തെ ഉൾക്കൊള്ളുക, അവിടെ ഞാനുണ്ട് എന്ന് അനുഭവപ്പെടുന്നതായ ഒരു ഘട്ടം, അത് എത്തണത് വരെ നമ്മൾ മുമ്പോട്ട് നീങ്ങും. എത്തിയെന്ന് ഞാൻ പറയണില്ല കേട്ടോ, എത്തണത് വരെ ഞാനും മുമ്പോട്ട് നീങ്ങും. എൻ്റെ ഗുരുവായൂരപ്പ ഞാനും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. അതിന് സജ്ജനങ്ങളുടെ നിങ്ങളൊക്കെ ഓരോരുത്തരും എന്നെക്കാളൊക്കെ എത്രയോ ഉപാസിക്കുന്നുണ്ട്, നാമം ജീവിക്കുന്നുണ്ട്. സ്വാമിയുടെ ഈ സവര്യ തന്നെ ഇപ്പൊ 2-ാമത്തെ 3-ാമത്തെ എന്ന് അദ്ദേഹം പറയണ്ടായി. എന്തൊരു ഉദാത്തമായ അടുത്ത ആളില്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊരു ഭാവത്തിൽ ഈശ്വരോപാസനയൊക്കെ നടത്താൻ സാധിക്കുക. വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ സമയങ്ങളെയല്ല, ടി വി കണ്ട സമയങ്ങളെയല്ല. ടി വി കാണാനും ഇപ്പോൾ ആളുകൾക്ക് അത്രയ്ക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ. മറ്റൊരാളുടെ കുറ്റം എല്ലാത്തിനെയും ശപിച്ചുകൊണ്ട് സമയം കളയലായിരുന്നു പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ മാറി നിന്നുകൊണ്ട് എന്തെന്നില്ലാത്തതായ ഉപാസന, ഭദ്രശ്രവസുകള് അങ്ങനെ ഒരു ഉപാസന നടത്തിയത് ഹയശീർഷനായ ഗുരുവായൂരപ്പനെയാണ്. അവര് ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമ ഇതി. ആ ഹയഗ്രീവ സ്വരൂപിയായ, പൊതുവെ ഹയഗ്രീവ സ്വരൂപത്തെ ആരാധിക്കുക. ഓരോ ഈശ്വര സ്വരൂപത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നത് തന്നെ ഓരോരോ മോഹങ്ങൾക്ക്, ഓരോരോ കൽപ്പിതങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോരോ ഈശ്വര സ്വഭാവത്തെയാണ് ആരാധിക്കുന്നത്. ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും ഭാഗവത്ത് കേട്ടുവോ?
രണ്ടാമത്തെ അധ്യായത്തിൽ ഭാഗവതം വർണ്ണിക്കാൻ പറയുമ്പോൾ തന്നെ അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേനായ ചേത പുരുഷം വരം. അതേപോലെ ഓരോരോ മോഹങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോരോ ഈശ്വരനെ ആരാധിച്ച് അല്ലെങ്കിൽ ഈശ്വര സ്വരൂപത്തെ ആരാധിച്ച് വരുന്നു. ഇവിടെ ഭദ്രശ്രവസുകള് ഹയശീർഷനായ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നു എന്ന് അനുസ്മരിച്ചു. പിന്നീട് സാക്ഷാൽ പ്രഹ്ലാദൻ ആരാധിക്കുന്നതായ നൃസിംഹമൂർത്തിയെ കുറിച്ചിട്ട്, പ്രഹ്ലാദനാൽ ആരാധിക്കപ്പെട്ടു വന്ന, പ്രഹ്ലാദൻ പോലും എന്നല്ല കേട്ടോ, പ്രഹ്ലാദന് ആരാധിക്കാൻ സാധിച്ചതായ ആ നൃസിംഹ മൂർത്തിയെ കുറിച്ചിട്ടാണ് പിന്നത്തെ ഹരിവർഷം എന്നതായ ദേശത്തെ വർണ്ണനയെ കുറിച്ചിട്ട് പറയണത്. ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ട്ര കർമാശയാൻ രന്ധയ തമോഗ്രസഗ്രസ ഓം സ്വാഹ അഭയമഭയമ ആത്മനി ഭൂയിഷ്ഠ ഓം ക്ഷൗം. അവിടെ ആ മൂല അല്ലെങ്കിൽ തത്വം കൊണ്ട് സമർപ്പിച്ചിട്ടുള്ളതായ മന്ത്രം, എന്തെന്നില്ലാത്തതായ തീവ്രത, പ്രഹ്ലാദന്റെ ആ ഭക്തിഭാവത്തെ മുഴുവൻ, അല്ലെങ്കിൽ ആ തത്വം അത്രയും ഞാൻ പറയുന്നുള്ളൂ. ആ മന്ത്രത്തിന് എന്തെന്നില്ലാത്തതായ ഒരു ശക്തി വിശേഷം ഉണ്ടേ. നാരായണ സമർപ്പിച്ചിട്ടുള്ളതായ ആ മന്ത്രം, ആ നരസിംഹ മന്ത്രം, പ്രഹ്ലാദൻ ആ അനുഭൂതിയെ മുഴുവൻ ഉണർന്നു കിട്ടിയതായിട്ടൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. കേതുമാലേപി ഭഗവാൻ കാമരൂപ സ്വരൂപേണ ആസ്തേ. കേതുമാലത്തിലെ ഭഗവാൻ കാമദേവ സ്വരൂപിയായിട്ട് വർത്തിക്കുന്നു. അവിടെ ലക്ഷ്മിയാൽ ആരാധിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്നു. രമ്യകം എന്നതായ പ്രദേശത്ത് ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് ആരാധിക്കപ്പെടുന്നു. സത്യവ്രത മഹാരാജാവിനാലാണ് അവിടെ ആരാധിക്കപ്പെടുന്നത് എന്ന് കാണാം. ഹിരൺമയം എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ദ്വീപില് അര്യമാവിനാൽ ആരാധിക്കപ്പെടുന്നു. ഏത് മൂർത്തി? കൂർമ്മമൂർത്തി. ഈ കൂർമ്മമൂർത്തിയെ വെച്ചാൽ അര്യമാവ് എന്നുള്ളത് പിതൃക്കളുടെ മുഴുവൻ ഒരു നേതാവായിട്ടാണ് കരുതി വരാറുള്ളത്. അപ്പോൾ ഈ പിതൃകാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കൂർമാവതാര സങ്കല്പം പലരും വായിച്ച്, തിരുമേനി അങ്ങനെയല്ലേ വായിക്കേണ്ട, കൂർമാവതാരല്ലേ ഈ പിതൃകാര്യങ്ങൾക്ക്, അതുകൊണ്ട് കാത്തുകൂട്ടി കഴിഞ്ഞാൽ കൂർമാവതാരം വായിക്കാം, അങ്ങനെയൊക്കെ വായിക്കുന്ന ആളുകളുണ്ട്. നാരായണ നോക്കൂ, ഈ പിതൃക്കള് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ദേവതാ സങ്കല്പത്തിന്റെ മറ്റൊരു ഭാവമാണ് കേട്ടോ. അല്ലാണ്ട് നാരായണ നമ്മൾ ഈ ചാത്ത് കൂട്ടുന്നത് മുഴുവൻ സ്വീകരിക്കാൻ ഉള്ളതായ ഒരു സങ്കല്പമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഈ ജീന് മുഴുവൻ ഉത്ഭവിക്കുന്നതായ ആ തത്വമാണ് പിതൃക്കള് എന്നൊക്കെ മറ്റൊരു ശാസ്ത്ര വിചാരമായിട്ടുള്ളതായ ഭാഷയും ഞാൻ കേട്ടിട്ടുണ്ട്. നാരായണ പിതൃക്കളെ കുറിച്ച് കുറക്കാലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ ഈ വേദത്തിലാണല്ലോ ഈ പിതൃക്കളെ കുറിച്ചിട്ട്. അന്ന് ആ വേദത്തെ എനിക്കത് വായിച്ചൊന്നും മനസ്സിലാവില്ല. അത് അറിയുന്ന ആളുകളോട് കുറെ ആളുകളോട് ചോദിച്ചു നോക്കി, എനിക്ക് ഇന്ന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. എനിക്ക് കിട്ടിയത് ഒരിക്കലും ഒരു അമ്മാവൻ കുറിച്ചൊരു 5 തരത്തിലുള്ളതായ പിതൃക്കളെ കുറിച്ചിട്ടൊക്കെ, അല്ല 3 തരത്തിലുള്ളതായ പിതൃക്കളെ കുറിച്ചിട്ടൊക്കെ പറയുണ്ടായിട്ടുണ്ട്. പിന്നെ പിതൃക്കളെ കുറിച്ച് ഹെലന പെട്രോസ്കോവ് എന്ന ഒരു ഋഷിക്കാരിയുടെ ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് കുറച്ച് വേറെ ഒരു 7 തരത്തിലുള്ളതായ പിതൃക്കളുണ്ട് എന്നൊക്കെ വേദങ്ങളെ കൂട്ടി ചെയ്തുകൊണ്ട് അവര് അഭിപ്രായപ്പെടുകയുണ്ടായത്. നോക്കൂ, ഈ പിതൃക്കളുടെ മുഴുവൻ നേതാവായിട്ടുള്ളതായ അര്യമാവ് ആരാധിക്കുന്നത് കൂർമ്മമൂർത്തിയായ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനെയാണ്. പിന്നീട് വരാഹമൂർത്തിയെ ആരാധിക്കണ ഭൂമിദേവി, നമുക്കൊക്കെ ഓർമ്മയുണ്ടാവാം, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു പ്രദേശമാണ് വന്നിയൂര് അമ്പലം എന്നുള്ളത്. ഭഗവാൻ ആരാധിക്കപ്പെടുന്നതായ അവിടുത്തെ ഭാവം ഭിന്നാഞ്ജനശ്യാമധനു ധരിത്രീമാശ്ലിഷ്യ പോത്രേന നിജേന ജിഖ്രൻ ശംഖബ്ജക്രാൻ സജദാൻ ദധാന പായാൽ പ്രഥമോ വരാഹ. ആ വരാഹ സ്വരൂപിയായിട്ടാണ് ഭഗവാൻ ഭൂമിദേവിയോടൊപ്പം അവിടെ സജ്ജനങ്ങളാൽ ആരാധിക്കപ്പെട്ട് കഴിഞ്ഞ് കൂടുന്നത്. പിന്നീട് കിംപുരുഷേ വരുഷേ ഭഗവാൻ ലക്ഷ്മണാഗ്രജം സീതാഭിരാമം രാമം. സാക്ഷാത് ശ്രീരാമനായിട്ട് സീതയോടും ലക്ഷ്മണനോടും കൂടി ആരാധിക്കപ്പെടുന്നു. ഹനുമാനാണ് അവിടെ ഭഗവാനെ കിംപുരുഷം എന്നതായ ദേശത്ത് ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഭാരതേവി അസ്മിൻ അല്ലെ, ഭാരതം എന്നതായ നമ്മുടെ അസ്മിൻ വർഷേ ഭഗവാൻ നാരദ. സാക്ഷാൽ
ശ്രീനാരദനാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ആരാധിക്കുന്നവര് മുൻപന്തി നമ്മളെയൊക്കെ വിളിച്ചു കൂട്ടുന്ന ആള്. ഇതാ ആരൊക്കെ ഈ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങുന്നു അവരൊക്കെ ഈ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അത്രേ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ഉപാസിക്കാൻ അല്ലെങ്കിൽ നടത്താൻ സാധിക്കുക. നാരദൻ ലോകത്ത് എവിടെയൊക്കെ സൽക്കർമ്മം ഉണ്ടോ അവിടെയൊക്കെ ഒന്ന് ഇരിക്കത്രേ. ഈ സൽക്കർമ്മത്തിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ സൽക്കർമ്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹം നോക്കുന്നുണ്ടാവില്ല. എന്റെ ഉദാത്തത എത്ര ഉണ്ടെന്ന് മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ. ആ ഉദാത്തതയിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ ശ്രീശുഖ ബ്രഹ്മർഷി വരണു, സജ്ജനങ്ങൾ വരണു, എന്തിനാ ഗുരുവായൂരപ്പൻ തന്നെ വരണു. അവിടെ നാരദനും സജ്ജനങ്ങൾ വരുമ്പോ നമുക്ക് എന്തെന്നില്ലാത്തതായ ഒരു തൃപ്തിയാണല്ലോ അല്ലെ. നമ്മളിപ്പോ പരിപാടിയൊക്കെ നടത്തുന്നു, അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു സ്പെഷ്യൽ ഇൻവൈറ്റി ഒക്കെ വന്നിട്ട് നമ്മളോടൊപ്പം ഗുരുവായൂരപ്പ, നമുക്ക് എന്തെന്നില്ലാത്തത് ഒരു ഇൻസ്പിരേഷനാണ് അല്ലേ. അത് എനോർമസ്, അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ഒരു എണ്ണാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഒരു റിജിഡൊന്നല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്തെന്നില്ലാത്തതായ ഒരു താല്പര്യത്തെ നമുക്ക് ഉണർത്തി തരണു ഹരേ ഗുരുവായൂരപ്പ. ഇവിടെ ശ്രീനാരദൻ ഭാരതേപി അസ്മിൻ വർഷേ, ഭാരതം എന്നതായ നമ്മുടെ ദേശത്ത് സാക്ഷാൽ ശ്രീനാരദ മഹർഷി നരനാരായണ മൂർത്തിയെ ആസ്വദിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നു. നാരായണ. എന്നിട്ട് ഈ ഭാരതത്തിലെ അനവധി നദികളെ കുറിച്ചും പർവ്വതങ്ങളെ കുറിച്ചിട്ടൊക്കെ വർണ്ണിച്ചതിന് ശേഷം പറഞ്ഞു, ഈ ദേശത്തെ കുറിച്ച് ഓർത്താൽ മതി. ഹന്ത്യം ഹന്ത്രണാം നോക്കൂ. ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നതിൻ്റെ കൂട്ടത്തെ അവസാനം ഈ ശ്ലോകം കൂടി ചേർക്കുക. ഓരോ കഥാഭാഗങ്ങളിൽ കഴിഞ്ഞാൽ ഹന്ത്യം ഹസ്സപതിർണാമശേഷമന്യം കം ശേഷാൽ ഭഗവത ആശ്രയേൻ മുമുക്ഷു. ഇതിനും അപ്പുറത്തേക്കുള്ളതായ ആ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനല്ലേ ആരാധിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരൊക്കെ ഇതാ എന്നാമശ്രുതമനുകീർത്തയേതകസ്മാലാർത്തോവാ യതി പതിത പ്രലംഭനാ പതിത, എല്ലാ തരത്തിലുള്ളതായ വീഴ്ചകളും അനുഭവിക്കുന്നവനായിക്കോട്ടെ, അവന്റെ പാപങ്ങള് അല്ലെങ്കിൽ ദുരിതങ്ങള് ഭയം ഇല്ലാണ്ടാവണു. അതുകൊണ്ട് ഇതാ പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യ സൗഖ്യം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ആ നാമത്തെ ഉപാസിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ഞാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്കും തീർച്ചപ്പെടാൻ സാധിക്കട്ടെ. പിന്നീട് ഇപ്പൊ ഇതാ ഒരു ദ്വീപിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ഇനി ബാക്കി പ്ലക്ഷൻ ന്യഗ്രോധ ഹരേ ഗുരുവായൂരപ്പ മറ്റ് ദ്വീപുകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഇപ്പൊ ജംബുദ്വീപിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ പ്ലക്ഷം, ശാൽമലി, കുശക്, ക്രൗഞ്ച, ശാഖ, പുഷ്കര, സംജ്ഞ, നാരായണ, ഇങ്ങനെ ഓരോരോ ദ്വീപുകളിൽ ആരാധിക്കപ്പെടുന്നതായ ഭഗവാന്റെ ഓരോരോ രൂപത്തെ കുറിച്ചിട്ട് നോക്കൂ. ജംബുദ്വീപിൽ തന്നെ ഇത്രയും തരത്തിലുള്ളതായ അല്ലെങ്കിൽ നമ്മൾ മത്സ്യമൂർത്തി, പൂർണ്ണമൂർത്തി, നരസിംഹമൂർത്തിയെ കുറിച്ചിട്ടും കാമദേവനയായിട്ടും സാക്ഷാ ശ്രീരാമനായിട്ടും നരനാരായണന്മാരായിട്ടും ഒക്കെ ഈ ആരാധിക്കപ്പെടുന്നതായ ഈശ്വരനെ കുറിച്ചിട്ട് സംഘർഷനായിട്ടൊക്കെ ആരാധിക്കപ്പെടുന്നതായ സങ്കല്പത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടു. ഇത് ഒരു ദ്വീപിന്റെ കഥ, ഈ ജംബുദ്വീപിന്റെ മാത്രം. അതിന്റെ പുറത്തേക്ക് കിടക്കുന്നതായ മറ്റു ദ്വീപുകളിലൊക്കെ പ്ലക്ഷൻ, ശാൽമലി, കുശക്, ക്രൗഞ്ച, ശാഖ, പുഷ്കര അങ്ങനെയുള്ളതായ ഓരോ ദ്വീപിലും ഭഗവാൻ ഓരോരോ തരത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. അതില് പ്ലക്ഷത്തില് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ആരാധിക്കപ്പെടുന്നത് സൂര്യ സ്വരൂപത്തിലാണ്. ഇതൊക്കെ ഈ ആരാധിക്കാനുള്ളതായ ഉപാധിയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്നിട്ട് പറയൂ എന്നാമശ്രുതം, ഏത് തരത്തിലായാലും കൊള്ളാം, ഭഗവാന്റെ ആ നാമത്തെ കുറിച്ച് കേട്ടോളൂ, പാടിക്കോളൂ. ഹന്ത്യമഹന്ത്രണാമശേഷം പാപങ്ങൾ മുഴുവൻ ദുരിതങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാവണം. ഇതിന്റെ ഒരു പ്രത്യക്ഷ കഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് അജാമുള്ള വ്യാഖ്യാനം ആരംഭിക്കുന്നത് എന്ന് കൂടി നമുക്ക് അനുസ്മരിക്കാം. പ്ലക്ഷത്തിൽ
സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ സൂര്യമൂർത്തിയായിട്ട് ആരാധിച്ച് വരുന്നു. കണ്ണട അവിടെ കൊണ്ടുവച്ചു. നാരായണ. ഉണ്ട്. ഈ കണ്ണട വെക്കാന്മാരൊക്കെ മഹാദേവന്മാരോട്ടോ. എന്താ വെച്ചാലേ എനിക്കിത് ഇത്തിരി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങളുടെ ചുവട്ടിലേക്ക് ഇറക്കി വയ്ക്കാണ്ടിരുന്ന ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ വന്നിരിക്കുന്ന പോലെ തോന്നുക. ശാൽമലി എന്നതായ ദ്വീപിലെ അവിടെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് ചന്ദ്രഭാവത്തിലാണ്. സൂര്യനായിട്ട് ചന്ദ്രനായിട്ട് അല്ലെ ഈ ആരാധനാ സമ്പ്രദായങ്ങള് ഉപാധികളിലൂടെ ഉണർന്ന് മുമ്പോട്ട് പോയിട്ടുള്ളത് ഈ വഴിക്കൊക്കെയാണ് എന്ന് ഓർമ്മിപ്പിക്കലും ആവാം. അല്ലെങ്കിൽ യാതൊന്നു കാണുന്നത് ഹരിനാരായണായ നമ എന്ന് നമുക്ക് നൽകുന്നതായ സന്ദേശമായിട്ടാവാം. ഇവിടെ ചന്ദ്രനെ ആരാധിക്കുന്നു. പിന്നെ ദ്വീപില് ആരാധിക്കുന്നതായ സ്വരൂപം ഭഗവാൻ അഗ്നി സ്വരൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ക്രൗഞ്ചത്തില് വരുണ സ്വരൂപത്തിലാണ് ഭഗവാൻ ആരാധിക്കപ്പെടുന്നത്. ശാഖദ്വീപില് ഭഗവാനെ ആരാധിക്കുന്നത് വായു സ്വരൂപത്തിലാണ്. പുഷ്കര ദ്വീപില് ഭഗവാനെ ആരാധിക്കപ്പെടുന്നത് എത്തൽ കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചയിൽ ഏകാന്തം അദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമ. ആ പ്രിയവ്രതാദികള് ഭഗവാനെ ആരാധിക്കുന്നത് എത്തൽ കർമ്മയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചയിൽ ഏകാന്തം അദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമ. എന്നെ എന്തൊന്നില്ലാത്തതായി സ്വാധീനിച്ചൊരു ശ്ലോകമാണത്. എന്താ വെച്ചാൽ ഒരിക്കൽ ഒരു വയനാട് ഇടയ്ക്ക് ഒരു ഭീകരത ഉണ്ടായതാണ്. അവർക്കിപ്പോ ഇവിടെ പറയുന്നു വെച്ചാൽ ഞാൻ ആളിനെ കാണുന്നില്ലെങ്കിലും കുറെ ആളിലൊക്കെ ഇങ്ങനെ കാണുന്നതാണല്ലോ ഇപ്പൊ. എനിക്കൊന്നും ഇത് കേൾക്കാനില്ലെങ്കിലും ആള് എന്താ ചുമരായിട്ട് ആളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണല്ലോ വയ്പ്. നാരായണ. ഈ ശ്ലോകത്തിന്റെ ഉദാത്ത എത്തൽ കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചയിൽ ഏകാന്തമദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമ. ഒരു അപാർത്ഥതായിട്ടുള്ളതായി ലിംഗം എന്നതായ ഭാവത്തിന് നാരായണ ഇത്ര കണ്ട് അല്ലെങ്കിൽ വെറും ഒരു എന്താ സിമ്പൽ എന്നുള്ളതായ ഒരു ഭാവത്തിന്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാനുള്ളതായ ഒരു ഭാവം ഉണ്ടെന്ന് നൽകിയ ഒരു സംജ്ഞ കൂടിയാണ് ഈ ശ്ലോകം. പിന്നെ മാത്രല്ല ഉണ്ട് ഒരു ക്ഷേത്രത്തില് വായന നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ചോദിച്ചു. ഒരു മാഷാണ്. എല്ലാവർക്കും ഈ വിമർശിക്കാൻ എന്താന്നില്ലാത്തതായ ഒരു താല്പര്യമാണല്ലോ. ഈ ചോദ്യത്തിൽ കിടപ്പിട്ടുള്ളതാണ്. ഈ ലിംഗ ആരാധന ശരിയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ശിവലിംഗ അവിടെ ശിവന്റെ ക്ഷേത്രമാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വലിയ ഉത്തരവൊന്നും പിടുത്തം കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അന്ന് ഞാൻ രക്ഷപ്പെടുക തന്നെ ഉണ്ടായത്. എന്താ വെച്ചാൽ എനിക്കതിന് കൃത്യമായ ഉത്തരവൊന്നും പറയാൻ അറിയണ്ടായിരുന്നില്ലേ. നാരായണ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എനിക്കത് അറിയുന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അയാൾ എന്നും പറഞ്ഞുകൊണ്ട് പോയി. എന്ത് അറിയില്ലെങ്കിൽ അറിഞ്ഞൊന്ന് അടിക്കാൻ ഭയങ്കര ഒരു എന്തായാലും ഒരു താല്പര്യം ഉണ്ടല്ലോ. എനിക്ക് അറിഞ്ഞിട്ട് പറഞ്ഞൊന്നുമല്ല, എന്തൊക്കെയോ പറഞ്ഞു, അത്ര തന്നെയല്ലോ. അത് ശരിക്കും വ്യാഖ്യാനിക്കാനൊന്നും അറിയുന്നുണ്ടായില്ല. അവർക്ക് അറിവുള്ള അവിടെ ഒരു അമ്മാവൻ വെച്ചാൽ അദ്ദേഹം വളരെ ഒരു സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു എന്തെങ്കിലും ഒരു സംശയം വെച്ചാൽ ചെന്ന് ചോദിക്കാൻ പറ്റിയൊരു മഹാത്മാവ്. അദ്ദേഹനോട് ഞാൻ ചോദിച്ചു, അമ്മ ഇങ്ങനെ ഒരു സംശയം ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിപ്പോ എന്നൊരു ഉത്തരം പറയാ? ശിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞത്, നീയല്ലേ ചെല്ലാറ് എത്തൽ കർമ്മമയം ലിംഗം ബ്രഹ്മലിംഗം ജനോർച്ചയിൽ ഏകാന്തമദ്വയം ശാന്തം തസ്മൈ ഭഗവതേ നമ. എന്താ ഈ ശ്ലോകത്തിന്റെ അർത്ഥം? കൃതം കിട്ടി. ഇനി എനിക്ക് വേറൊന്നും വേണ്ട. നോക്കൂ, ഇങ്ങനെ ഈ സജ്ജനങ്ങൾ ഓർമ്മിപ്പിക്കുക. നമുക്കറിയുന്നുണ്ടാവാം നമ്മുടെ ഉള്ളിൽ തന്നെ. അതാണ് ഈശ്വരനെ നമുക്ക് അനുഭവപ്പെടുത്തി തരിക, ഓർമ്മിപ്പിച്ചു തരിക, ഉണർത്തി തരിക. ഇത് തന്നെയാണ് ഭാഗവതത്തിന്റെ സംജ്ഞ, അല്ലെങ്കിൽ ഈ സജ്ജന സംസർഗത്തിന്റെ മുഴുവൻ സംജ്ഞയായിട്ട് അല്ലെങ്കിൽ താല്പര്യമായിട്ട് നിലനിൽക്കുന്നത്. നോക്കൂ, എത്തൽ കർമ്മമയം ലിംഗം, അവിടെ ആ ഭഗവത് സ്വരൂപത്തെ എന്താന്നില്ലാണ്ട് അനുഭവപ്പെട്ടുകൊണ്ട് എല്ലാത്തിനും അതീതനായിട്ടുള്ള, എന്നാൽ സ്വയം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നതായ
ഈശ്വര സ്വരൂപത്തിനെ ബ്രഹ്മസ്വരൂപത്തില് ആരാധിക്കുന്നതായ പുഷ്കര ദ്വീപിനെ കുറിച്ചിട്ടും ഒക്കെ വർണ്ണിച്ചു. ജ്യോതിർഗോളങ്ങളെ കുറിച്ചിട്ട് ഓരോ ഗ്രഹാദികളുടെ സങ്കല്പങ്ങള് അല്ലെങ്കിൽ സംജ്ഞകള്, സഞ്ചാരങ്ങള് നാരായണ. ആ ഗ്രഹങ്ങളുടെ നിമിത്തം നമുക്ക് ലഭിക്കുന്നതായ എന്താ പറയാ, സൂര്യന്റെ ഗതി കൊണ്ടുണ്ടാകുന്നതാ മാസങ്ങള്, ഋതുക്കളെ കുറിച്ചിട്ടൊക്കെ അനുസ്മരിക്കണം. രാശികളോടൊപ്പം, രാശികളും സൂര്യനോടൊപ്പം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമായിട്ടൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുന്നത്, അല്ലെ? ഒന്ന് പ്രദക്ഷിണായിട്ടോ ഒന്ന് അപ്രദക്ഷിണായിട്ടോ ഒക്കെ അനുഭവപ്പെടുന്നത് എന്നൊക്കെ അനുസ്മരിക്കണം. പിന്നെ എല്ലാത്തിനും മുകളിലേക്ക് അങ്ങനെ വർണ്ണിക്കുക എന്നല്ലാണ്ട്, അല്ലെ? നമുക്ക് ഗുരുവായൂരപ്പാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മേപ്പെട്ടാന്ന് നോക്കുക. അത് ഈ അവ്യക്തത മുഴുവൻ നമുക്ക് മേപ്പെട്ടാണ്. ചൂട്ടിലേക്കും അത്ര അവ്യക്തത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചൊക്കെ അതിന്റെ താല്പര്യം ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കും. നാരായണ. ഇതാ എന്താ ഈ സൂര്യമണ്ഡലത്തിന്റെ മുകളിൽ ചന്ദ്രമണ്ഡലം, ചന്ദ്രമണ്ഡലത്തിന്റെ മുകളില് നാരായണ ഹരേ ഗുരുവായൂരപ്പ. ഇതൊക്കെ ഈ മേരു എന്നതായ ഒരു അച്യുതനെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നൊക്കെ സങ്കല്പം. നാരായണ. നക്ഷത്രമണ്ഡലം, അതിന് മുകളിൽ ബുധമണ്ഡലം, അതിന്റെ മുകളിൽ ചൊവ്വ, അതിന്റെ മുകളിൽ വ്യാഴം, അതിന്റെ മുകളിൽ ശനി. ഇതൊക്കെ ഒരു സങ്കല്പത്തെ എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിനെ ഇതേപോലെ അനന്തമജ്ഞാതവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. എന്ത് മനസ്സിലായിട്ടാ ഇതൊക്കെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കണമെന്ന്. നാരായണ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചേർന്നതാണ് ഈശ്വരൻ. നാരായണ. ഇത് ഈശ്വരനല്ലേ? അതെ. നിന്റെ ഈശ്വരൻ എവിടെ? എല്ലായിടത്തും ഉണ്ട്. ഇത് ഈശ്വരൻ? അതെ, ഇതും ഈശ്വരനാണ്. ഇനി അത് യാതൊന്നു കാണുന്നത് ഹരിനാരായണായ നമ. ഇതൊക്കെ വാക്കുകൊണ്ട് പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഒരു ഘട്ടത്തിലെത്തിയാൽ നമുക്കും അനുഭവപ്പെടാറാവും ആ തൃപ്തി, എന്തെന്നില്ലാത്തതായ ആ ആനന്ദം. ആ ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ കാണുന്നതൊക്കെ നോക്കൂ. ഈ ജ്യോതിർഗോളങ്ങളെ മുഴുവൻ വർണ്ണിച്ചിട്ട് ഇവിടെ ഗതി നമുക്ക് ഓരോ തരത്തിലുള്ളതായ അനുഭവങ്ങളെ കൂട്ടിക്കൊണ്ടു നിന്ന് തരണു എന്ന് പറയലും, തുടർന്ന് ചൂട്ടിലേക്ക് അതല വിതല സുതല തലാതല മഹാതല സാതല പാതാളങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ട് അതിൻ്റെയും ചോട്ടില് നോക്കൂ, ഈ ലോകങ്ങളിലും ഈ അധോലോകങ്ങളിലും ആരാധിക്കപ്പെടുന്നത് ഈശ്വര സങ്കല്പമാണ്. അവിടെയും ഓരോരോ മഹാത്മാക്കളാൽ ഈശ്വരനെ ഓരോരോ രൂപത്തിൽ വർണ്ണിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ചു വരണു എന്നും പറഞ്ഞിട്ട് തസ്യമൂലദേശേ ത്രിംശൽ യോജന സഹസ്രാന്തരാസ്തേയ വൈകലാ ഭഗവത താമസീ സമാഖ്യാത ആനന്ദ ഇതി. ആഖ്യാത അനന്ത ഇതി. അനന്തൻ എന്നതായ രൂപത്തില് അതിനും അനവധി 10-23 ലക്ഷം യോജന ചോട്ടില് അത്രയും കേമനായ അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ പത്തിമേല് ഒരു ചെറിയ കടുകുമണി പോലെ ഉൾക്കൊള്ളുന്നതായ വഹിക്കുന്നതായ അനന്തനെ കുറിച്ച് വർണ്ണിച്ചിട്ട് പറഞ്ഞു. എന്നാമശ്രുതം, അവിടെയും പറയാൻ ഈ ശ്ലോകം തന്നെയുള്ളു. എന്നാമശ്രമനുകീർത്തയേതകസ്മാലാർത്തോവാ യതി പതിത പ്രലംബനാദ്വാ ഹന്ത്യം നൃണാമശേഷമന്യം സപതി നൃണാമശേഷമന്യം കം ശേഷാൽ ഭഗവത ആശ്രയേ മുമുക്ഷുവായിട്ടുള്ളതായ ആൾക്ക് മോക്ഷേച്ഛ, ഇതിന്റെ അപ്പുറത്തേക്ക് അറിയാൻ മോഹിക്കുന്നതായ ആൾക്ക് ആരാധിക്കാനുള്ള ആ ഈശ്വര സങ്കല്പത്തെയാണ് ഓർമ്മിപ്പിച്ചു. പിന്നീട് ഇനി എന്താണുള്ളത് എന്ന ഒരു ഭാഷയില് 25-ാമത്തെ അധ്യായം സമർപ്പിച്ചപ്പോ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് ചോദിക്കുകയാണ്, നരകനാമ ഭഗവൻ വിശേഷ ഗുരുവായൂരപ്പ, ഈ നരകങ്ങള് എന്ന് പറഞ്ഞാൽ ഏതാണ്? നരകങ്ങളെ കുറിച്ച് നമുക്കറിയൂ. ഇത്രയും കാലം നമ്മുടെ നരകത്തിൽ തന്നെയായിരുന്നു, അല്ലെ? നമ്മളൊരു പാട്ടൊക്കെ പാടാറുണ്ട്. ഈ നരകത്തീന്നെ ചിലപ്പോൾ മറ്റുള്ളവർ മൂത്ത ആളുടെ ഈ നരകത്തീന്നെ കരകേറ്റിയിടേണം തിരുവയ്ക്കം വാഴും ശിവശംഭോ.
ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഈ കാണുന്നത് മുഴുവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടതൊക്കെ ഈശ്വരനാണ്. പക്ഷെ കാണുന്നതൊക്കെ നമുക്ക് നരകമായിട്ട് അനുഭവപ്പെടുന്നു. നമ്മളൊക്കെ ധരിച്ചു വെച്ചാക്കിയിട്ടുണ്ട് അല്ലെ? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും അതിന് ഒരു ഫലമുണ്ട്. അത് ചിലത് നന്നാവണു, ചിലത് ചീത്തയാവണു, നല്ല കർമ്മം നല്ലത്, ചീത്ത ചീത്ത, അങ്ങനെ ഒരു ഭേദബുദ്ധി ഒന്നും ഇല്ലാണ്ടൊരു ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തുക. അതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. നാരായണം അവിടെ 10-28 നരകങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീഭാഗം. ഈ നരകമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ആ ശ്ലോകം വായിച്ച് നമുക്ക് എൻ്റെ ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് അതെ ഭൂദ്വീപ വരിഷ സരിതത്രി നഭ സമുദ്ര പാതാള ദിങ് നരക ഭാഗണ ലോക സംസ്ഥാം ഗീതാമയ തവ നൃപ അത്ഭുതം ഈശ്വരസ്യ സ്ഥൂലം വപു സകല ജീവനികായ ധാമ. നോക്കൂ, നരകത്തിൽ നമുക്ക് പോവാൻ പേടിക്കൊന്നും വേണ്ട. കാരണം ഭൂദ്വീപ വരിഷ സരിത് അദ്രി നഭ സമുദ്ര പാതാള ദിങ് നരക നരകവും ഭാഗണ ലോക സംസ്ഥാഗീതാമയ തവ അത്ഭുതം ഈശ്വരസ്യ സ്ഥൂലം വപു. ഇത് മുഴുവൻ ഈശ്വരന്റെ സ്ഥൂലം വപുസിലെ ഓരോരോ രംഗങ്ങൾ മാത്രമാണ്. സ്ഥൂലമായിട്ടുള്ള ഈശ്വര സ്വരൂപമാണ് ഈ വർണ്ണിച്ചത് മുഴുവൻ. അതുകൊണ്ട് ഇതിനൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇതാ പ്രവൃത്തി മാർഗത്തെ ഓരോരോ പ്രവൃത്തികൾ ചെയ്താൽ ഈ പ്രവൃത്തികളിലൂടെയൊക്കെ എത്തേണ്ടത് ഈ ഈശ്വര സങ്കല്പമാണ്. അതിന് പല കർമ്മഭാവങ്ങളുണ്ട്. ആ കർമാനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ ഏതൊക്കെ വഴികളുണ്ടോ, സഞ്ചാരപഥങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ എറ്റേണിറ്റി ആയിട്ട്, അതിൻ്റെയൊക്കെ ലക്ഷ്യമായിട്ട്, റിസൾട്ടായിട്ട് എത്തിച്ചേരേണ്ടത് ഭാവമാണ്, ഈശ്വരപാദാരവിന്ദങ്ങളാണ്. അവിടെ അനുഭൂതിയായിട്ട് കിട്ടേണ്ടത് ഭക്തിയാണ്. ആ കംപ്ലീറ്റ് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സറണ്ടറിങ് എന്നൊക്കെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ കീഴ്പ്പെടല, ഈശ്വരന് കീഴ്പ്പെടലാണ്. ഒരു മുമുക്ഷുവായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഗവത സഞ്ചാരിയായി തോണിയിലിരുന്ന് ഒരു സഞ്ചാരിയായി നമ്മൾ കൂടെ പോകുമ്പോൾ എത്തിച്ചേരേണ്ടത്. തുടർന്ന് നിവൃത്തി മാർഗത്തെ കുറിച്ചിട്ട് ഇതിപ്പോൾ പ്രവൃത്തി മാർഗത്തെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് നിവൃത്തി മാർഗത്തെ കുറിച്ചുള്ളതായ ചോദ്യങ്ങളായി. അപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി പണ്ട് അഗസ്ത്യ യോഗീശ്വരനാൽ അവതരിപ്പിക്കപ്പെട്ട അജാമിളോപാഖ്യാനത്തെ കുറിച്ച് അനുസ്മരിച്ചത്. നമ്മുടെ മഹാത്മാവായിട്ടുള്ളതായ പൂന്താനം പറയണത് പോലെ അതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തട്ടി വീണുണ്ടെന്ന് ഇത് ചെയ്യാം. ആമോദം പൂണ്ടു ചൊല്ലുവിന്നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയത് തിരുനാമത്തിൻ മാഹാത്മ്യമാണിത്. മതിയുണ്ടെങ്കിലൊക്കെ മതിയത് ആമോദം പൂണ്ടു ചൊല്ലുവിന്നാമങ്ങൾ. നമ്മളെയൊക്കെ ആ നാമത്തിന്റെ മാധുര്യം എത്ര ഉണ്ടെന്ന്, അതിന് എത്രണ്ടൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ പറ്റും ഈശ്വരനെ അനുഭവപ്പെടുന്നതിൽ അല്ലെങ്കിൽ ആനന്ദത്തെ അനുഭവപ്പെടുന്നതിൽ എന്ന് നമുക്ക് ഒന്ന് അനുഭവപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണോ അതിരഹസ്യമായിട്ടുള്ള ഈ കഥ എല്ലാവരോടും പറഞ്ഞു കൊടുക്കരുതെന്നൊക്കെ പറയണം നാരായണ. ഈ അതിരഹസ്യമായിട്ടുള്ള ഈ കഥ നമുക്ക് വേണ്ടി പറഞ്ഞു തരാണ്. കാരണം ഇത് മതി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിൽ തന്നെ നാരായണ ഇത് വേണ്ട പോലെ അല്ലാണ്ട് രണ്ട് നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മതി എന്നൊക്കെ അങ്ങനെ കൽപ്പിച്ച് അതിൽ നിന്നൊക്കെ വഴി തെറ്റാനുള്ളതായ ചാൻസ് കൂടുതലാണ്. എളുപ്പ വഴിയാണ്, പക്ഷെ വരുമ്പക്കൂടെ നടക്കണമെന്ന് മാത്രം. നമ്മൾ പറയാറില്ലേ, വഴി അങ്ങനെ അനവധി അങ്ങനെ വളഞ്ഞു പോകേണ്ടതാണ്, പക്ഷെ ഈ പാടത്തിൻ്റെയും വരുമ്പോൾ കൂടെ കിടന്നാൽ അവിടെ എത്താം എന്നൊക്കെ പറയുന്നത് പോലെ എളുപ്പമാർഗമാണിത്. പക്ഷെ
തെറ്റാണ്ടിരുന്ന അത് ആ സജ്ജന കുറച്ച് ആളുകൾ കൂടെ ഉണ്ട്. വരമ്പക്കൂടെ പോകുമ്പോൾ പൊതുവെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൈപിടിക്കുള്ളൂ, ഒരു ടോർച്ച് ഒരു വടി. വരമ്പുകൾ വല്ല നായേറ്റ വന്ന അടിച്ചു ഓടിക്കാനായിട്ട് വടിയും ഇരുട്ടാണിച്ച ഒരു ടോർച്ചും നാരായണ. പക്ഷെ നായ വരിയും ഇരുട്ടുവാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും പിടിച്ചുകൊണ്ട് ഓടും, അവിടെയും ഇവിടെ ഒക്കെ ഓടും അല്ലെ നാരായണ. പക്ഷെ നമ്മളെയൊക്കെ എന്തെന്നില്ലാത്തതായ ആ തൽപ്പത്തിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഈ എളുപ്പ വഴി നമുക്ക് പകർന്നു തരികയാണ് അജാമിളോപാഖ്യാനത്തിലൂടെ. കാലൻ ഭീഷണ വേഷമോടണയവേ ദുഷ്ടന്റെ കണ്ഠത്തിൽ നിന്ന് എന്തോ ഭാഗ്യവശാൽ ഉയർന്നു ഭഗവത് നാമം പുറപ്പെട്ടുപോയി. പെട്ടെന്നപ്പോൾ ഇരുമ്പുലയ്ക്ക കുഴലായി ആലാസുപൂമാലയായി ദംഷ്ട്രം പുഞ്ചിരിയായി പോത്ത് പശുവായി വൈവസ്വതൻ കൃഷ്ണനായി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹന്ത്യം സപതിനൃണാമശേഷമന്യം കം ശേഷാൽ ഭഗവത. ആ ശേഷനെ, ആ ഈശ്വര ഭാവത്തിന്റെ ഉദാത്തതയെ കണ്ഠത്തിൽ നിന്ന് എന്തോ ഭാഗ്യവശാൽ ഉയർന്നു ഭഗവത് നാമം പുറപ്പെട്ടുപോയി. പെട്ടെന്നപ്പോൾ ഇരുമ്പുലയ്ക്ക കുഴലായി ആലാസുപൂമാലയായി ദംഷ്ട്രം പുഞ്ചിരിയായി പോത്ത് പശുവായി വൈവസ്വതൻ കൃഷ്ണനായി. ആ കാലനായി അനുഭവപ്പെട്ട രൂപം ഇതാ കൃഷ്ണഭാവത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ. നോക്കൂ, നമ്മൾ നേരത്തെ ആ ഭഗവതിയെ അതിബീഭത്സിതമായി കണ്ടതായ ഭരതന് അമ്മ എന്നതായ ഭാവത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനോഭാവത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചു എങ്കിൽ, ഇവിടെ അജാമിളന് തന്റെ മുമ്പിൽ ആവിർഭവിച്ചതായ പുരുഷാൻ ത്രീൻ ദൃഷ്ട്വ, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അറിയാണ്ട് നാരായണ നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാൻ തന്നെ കാരണം ഇതാണ്. അജാമിളന് പോലും അത് സാധിച്ചു എന്നാണ്. അത്രണ്ട് അബദ്ധം അദ്ദേഹം ചെയ്തു എന്നൊക്കെ നമ്മൾ കരുതുന്നു. നമ്മുടെ അത്ര അബദ്ധം അദ്ദേഹം ഇവിടെ മഹാഭീകരൻ എന്നൊക്കെയാണ്. അദ്ദേഹം തന്റെ പ്രവൃത്തി പഥത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിച്ച് കുറച്ച് ഏഠതങ്ങൾ കാട്ടിയതായ അദ്ദേഹത്തെ മഹാഭീകരനായിട്ട് അവതരിപ്പിക്കുന്നു വെച്ചാൽ, അതിനേക്കാൾ എത്രയോ എൻ്റെ തേവരെ, ഞാൻ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരനാണ്. എൻ്റെ ഗുരുവായൂരപ്പ, ഏതൊക്കെയോ സജ്ജനങ്ങളുടെ ഒരു സാമീപ്യം കൊണ്ട് കുറച്ചൊക്കെ അവിടത്തെ കുറിച്ചിട്ട് നാമം ജപിക്കാനൊക്കെ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, അജാമിളന് കാന്യകുബ്ജേ ദ്വിജക്കശ്ചിൽദാസീപതിർ അജാമിള നഷ്ടസദാചാര ദാസ്യാ സംസർഗദൂഷിത. നഷ്ടസദാചാര എന്ന് അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം വേണ്ട പോലെ സദാചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു മഹാത്മാവിനെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ സദാചാരങ്ങൾ ദാസ്യാ സംസർഗദൂഷിത, ദാസി സംസർഗം കൊണ്ട് അത് മുഴുവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതായ അബദ്ധങ്ങൾ മുഴുവൻ കാട്ടി. നാരായണ, ഞാൻ പരമാവധി ഒന്ന് വേഗം നിർത്തുക, കാരണം മകനെ സ്കൂളിൽ കൊണ്ടാക്കേണ്ടതും കൂടിയുണ്ട്. നാരായണ. ദാസ്യാ സംസർഗദൂഷിത, ദാസി സംസർഗം കൊണ്ട് അജാമിളന് നഷ്ടസദാചാര, സദാചാരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ദൂഷിത ദുരാചാരങ്ങൾ സ്വീകരിക്കുകയും വേണ്ടി വന്നു. കർമ്മത്തെ പലതായിട്ട് വിഭജിക്കുന്നത് പോലെ സദാചാരം നഷ്ടപ്പെട്ടു, ദുരാചാരം സ്വീകരിക്കുകയും ചെയ്തു. അരുതാത്തതായ പ്രവൃത്തികൾ മുഴുവൻ അദ്ദേഹം ചെയ്ത്, പൊതുവെ സമൂഹം അരുതാത്തത് എന്ന് കൽപ്പിക്കുന്നതായ കർമ്മങ്ങളൊക്കെ ചെയ്ത്, മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ പ്രവൃത്തികളെ കൊണ്ട് അവനോന്റെ കാര്യം നടത്താനായിട്ട്, അതും സ്വാർത്ഥ ലാഭത്തിന് പോരാ, അവനവന്റെ അകത്തിലാളെയും കുട്ടികളെയും ഒക്കെ നോക്കാൻ എന്നുള്ള ഭാവേന അദ്ദേഹം ആ പ്രവൃത്തികൾ അനുഷ്ഠിച്ചു പോന്നു. എന്തോ ഭാഗ്യവശാൽ, ഇവിടെ ആ ഭാഷ വീണ്ടും വീണ്ടും എടുത്തു പറയാം. എന്തോ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ നാമം ജപിക്കാൻ സാധിച്ചത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇവിടെ
അജാമിളൻ ആ ദാസിയോടൊപ്പം കഴിയുന്നു. അതിൽ 10 മക്കൾ ഉണ്ടായിന്നാണ്. അതിൽ 10ാമത്തെ ഉണ്ണിക്ക് എന്തോ ഭാഗ്യവശാൽ, എന്തോ ഭാഗ്യം കൊണ്ട് നാരായണ എന്ന നാമം ഇടാൻ സാധിക്കുക. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാലും നാമം ഇടുക എന്ന് മാത്രമല്ല, അങ്ങനെ വിളിക്കാൻ സാധിക്കുക. നോക്കൂ, അഷ്ടാശീത്യായുഷസമ, 88ാമത്തെ വയസ്സിനോട് ചേർന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു സംഭവത്തെയാണ് ഇപ്പോൾ ഇവിടെ അഗസ്ത്യ മഹർഷി ഒരു കഥ പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു രംഗം പോലെയൊക്കെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ 88ാമത്തെ വയസ്സിൽ തൻ്റെ ഇളയ മകനോട് എന്തെന്ന് മാത്രം, നാരായണൻ എന്നതായ തൻ്റെ ഇളയ മകനോട് മാത്രം എന്തെന്നില്ലാത്തതായ താല്പര്യം വെച്ചു പുലർത്തിയതായ അജാമിളൻ. നോക്കൂ, അവിടെയും ഭാഗവതത്തിന് പറയാൻ തന്നെയുള്ളൂ അല്ലേ, നാരായണ എന്നാമശ്രുതമനുകീർത്തിയതകസ്മാ. ഭാഗവത്തിന് തന്നെയാണ് നമ്മളിൽ ആ മനോഭാവം ഉണ്ടാക്കുക. കേൾക്കണോന് അന്ന് ദ്വിതീയ സ്കന്ധത്തില് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ബ്രഹ്മാവ് നാരദനോട് പറയുന്നുണ്ട്, ഇതം ഭാഗവതം നാമ എന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വം ഏതൽ വിപുലീകുരു യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിർ ഭവിഷ്യതി സർവാത്മന്യ അഖിലാധാരേ ഇത് സങ്കല്പ്യ വർണ്ണയ. ഭാഗവതം കഥ പറയുമ്പോൾ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചോളൂ, സർവാത്മനി അഖിലാധാരേ നൃണാം ഭക്തിർ ഭവിഷ്യതി. ഇത് കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പനിൽ ഭക്തി ഉണ്ടാവുണ്ടോ എന്നാ അത് ഭാഗവത കഥയിൽ. ഇനി അതല്ല മറ്റെന്തൊക്കെ വികാരങ്ങളാണോ തോന്നിയത് അതായിട്ടില്ല കേട്ടോ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സകൃ ഉച്ചരിതം യേന ഹരി ഇത്യക്ഷരം ദ്വയം. ഈ ഹരി എന്നതായ ആ നാമത്തെ, അക്ഷരത്തെ, ഈ അക്ഷരദ്വയത്തെ ഒരു തവണ ഉച്ചരിച്ചാൽ തന്നെ ഇവിടെ പറഞ്ഞു വരണത് അത്രണ്ട് ഉദാത്തമാവുന്നു മനസ്സ്, അനുഭൂതിദായകമാവുന്നു മനസ്സ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അജാമിളൻ ഒരു തവണ നാരായണ ജപിക്കാവില്ല ചെയ്തിട്ടുണ്ടാവുക, അനവധി തവണ നാരായണ 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 ഈ ഉണ്ണിയെ വിളിച്ചിട്ടുണ്ടാവും. കാരണം ആ ഉണ്ണിയോടെ എന്തെന്നില്ലാത്തതായ ഒരു ബന്ധം നാരായണൻ അല്ലെങ്കിൽ അജാമിളൻ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ മൃത്യുകാലത്തില് അദ്ദേഹം പുരുഷാൻ ത്രീൻ ദൃഷ്ട്വ വക്രതുണ്ടാൻ ഊർധ്വരോമണ ആത്മാനം നേതുമാകും. തന്നെ കൊണ്ടുപോകാൻ വരുന്നതായ 3 ഭീകര ജീവികളെ, രൂപങ്ങളെ നേരിട്ട് കാണുകയാണ്. തൻ്റെതായ പ്രവൃത്തികൾ മുഴുവൻ വേണ്ട രീതിയിലല്ല ചെയ്തിരുന്നതെന്ന് ഉള്ളില് ഈ അവസാന കാലത്ത് തോന്നലുണ്ടാവും. ഉണ്ടാവുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടോ. പലരും ഒരു അമ്മയുടെ കാര്യത്തിൽ നേരിട്ടാൻ അനുഭവമുണ്ട്. വയ്യാത്ത കാലത്ത് ഞാനൊന്ന് ചെന്നു, അടുത്തുണ്ടായിരുന്നു ആ സമയത്ത്. കൈ പിടിച്ചിങ്ങനെ പൊങ്ങിയിട്ട്, അതൊക്കെയുണ്ടായിരുന്നു നിനക്ക് എന്നോട് ഇല്ലേ, അറിഞ്ഞില്ലാവൂട്ടാണ് നാരായണ. കുറച്ച് ദിവസം അവരെ നോക്കി നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ഈ കൊറോണ കാലത്ത് തന്നെയാണ് നാരായണ ഹരേ ഗുരുവായൂരപ്പ. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികളിലൊക്കെ ഉണ്ടാവിരിക്കും. അപ്പൊ നമ്മൾ അത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്നുള്ള മട്ടിലാണല്ലോ നമ്മൾ ജീവിച്ചു പോണേ. നാരായണ ഇവിടെ പുരുഷാൻ ത്രീം ദൃഷ്ടുവ വക്രതുണ്ടാൻ ഓർദ്ധരോമണ ആത്മാനം നേതുമാകമൻ. തന്നെ കൊണ്ടുപോകാൻ വരുന്നതായ ഭീകര ജീവികളെ കണ്ടപ്പോഴേക്ക് അജാമിളൻ ഉറപ്പാവണം, ഈ തൻ്റെ മരണകാലമായി. അവിടെ ഉത്ഭവിക്കുന്നതായ ഭയം അജാമിളന്റെ നാവിലെന്തോ നാരായണ സ്വരേണ ഉച്ചൈ നാരായണ നാരായണ അത്രയൊക്കെ വിളിച്ചു മനസ്സില്ല. എന്തായാലും സ്വരേണ ഉച്ചൈ എന്തോ ഒരു ശബ്ദത്തില് നാരായണ എന്ന് ഉദ്ഘോഷിച്ചപ്പോ നിശമ്യ മ്രിയമാണസ്യാം ബ്രുവതോ ഹരികീർത്തനം ഭർത്തുർനാമ മഹാരാജ പാരിഷദ സഹസാപതൻ. അവിടേക്ക് ആവിർഭവിച്ചതായ ശംഖചക്ര ഗദാപത്മധാരികളായ 4 രൂപികള്, 4 അക്ഷരങ്ങൾക്ക് 4 അക്ഷരം, ക്ഷരമല്ലാത്തത്, നാശമില്ലാത്തത്, ആ 4 രൂപങ്ങള് അജാമിളന്റെ മുമ്പിൽ അങ്ങോട്ട് ആവിർഭവിച്ചപ്പോ പിന്നെ അജാമിളൻ ഒരു സാക്ഷിയെ പോലെ നോക്കി നിൽക്കുകയാണ്. ഈ 2
കൂട്ടരും തമ്മിൽ സംവദിക്കുന്ന രംഗങ്ങള്. അവിടെ പിന്നെ അജാമളന് പേടിയുണ്ടായി എന്നൊന്നും പറഞ്ഞ് ഇതാ ഭാഗവതം നീട്ടണില്ല. പിന്നെ ഈ രണ്ട് രൂപികള് അല്ലെങ്കിൽ രണ്ട് വിഭാഗക്കാര് തമ്മിൽ സംസാരിക്കുന്നതായ രംഗങ്ങളാ. ആരാണ് നിങ്ങള് നോക്കിയേ, ഈ ശംഖചക്രഗദ രൂപധാരികളോട് കാലന്റെ രൂപികൾ അല്ലെങ്കിൽ ആ ഭീകര രൂപികൾ എന്ന് നമ്മൾ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ അജാമിളൻ വിശേഷിപ്പിച്ചതായ ആ ഭാവം, അവര് പറഞ്ഞു ഞങ്ങള് ഇയാളെ അനുഗ്രഹിക്കാനാ ഞങ്ങൾ ഇയാളെ കൊണ്ടുപോകാൻ വന്ന ആളുകളാണ്. നോക്കൂ, മഹാഭാവിയാണ് ഇയാള്. അവനവന്റെ കുടുംബത്തെ വേണ്ടുന്ന രീതിയിൽ പോറ്റാണ്ട് ഈ സ്ത്രീയോടൊപ്പം, ഈ ദാസിയോടൊപ്പം പരപുരുഷ സംഘം ചെയ്തിരുന്ന ഇവളോട് എന്തെന്നില്ലാത്തതായ താല്പര്യം വന്ന് അവളിൽ 10 പുത്രന്മാരെ, നോക്കൂ, പുത്രന്മാര് എന്ന് പറയുമ്പോഴും ഇവിടെ 10 എന്നുള്ളതായ ഒരു സംഖ്യ ഒക്കെ കൊണ്ടുവരണത്. 10 എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ അർത്ഥം മോക്ഷം എന്നാണ്. നാരായണൻ നമ്മൾ പലപ്പോഴും അത് എന്നെക്കുറിച്ച് പറയേണ്ടായിട്ടുണ്ട്. 10 കട്ടെ നമുക്ക് പൂർണ്ണത സദാ മുക്കാലുമക്കാലുമായി. നാരായണ ആ 10ാമത്തെ 10 ഉണ്ണികളെ സൃഷ്ടിക്കുക. കഥയുടെ ഭാഷയില് വിഷയത്തില് താല്പര്യം നിർത്താണ്ട് അത് മാത്രം ഉപാസിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക. അജാമളന് കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ മതിയാവും. അരുതാത്തതായ കർമ്മങ്ങളാണ് ഇയാൾ ചെയ്തത് മുഴുവൻ. അതുകൊണ്ട് ഇയാളെ കൊണ്ടുപോകാൻ ഇതാ കർമ്മഫലം നൽകാൻ വേണ്ടി യമധർമ്മ രാജാവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നതാണ് ഞങ്ങള്. അവര് പറഞ്ഞു ഇയാള് അല്ലെ, മറ്റേ വിഷ്ണു രൂപികള്, ഭഗവത് രൂപികള് പറയുന്നു ഇയാള് ചെയ്തതായ പാപങ്ങൾക്ക് മുഴുവൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാലോ, ഇയാളുടെ കർമ്മങ്ങൾക്ക് മുഴുവൻ പ്രായശ്ചിത്തമായി എന്ന് വെച്ചാൽ അദ്ദേഹം അവസാനത ലാസ്റ്റ് ഉച്ചരിച്ചതായ ശബ്ദം നാരായണ എന്നാണ്. അതുകൊണ്ടാ അത് കഴിഞ്ഞിട്ട് അയാള് കർമ്മമൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നാരായണ എന്ന് ജപിച്ചു വെച്ചിട്ട് അത് ഇയാളുടെ മകനെ വിളിച്ചു. അതെങ്ങനെയാ നിങ്ങൾക്കറിയാം. സാങ്കേത്യം വാ ഹരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഖരം വിദു. തീ അറിയാണ്ട് തൊട്ടാലും പൊള്ളില്ലേ. അല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കർമ്മത്തെ കുറിച്ച് പലതും പറയാനുണ്ടാവാം. ആ കർമ്മത്തിനൊക്കെ ഇപ്പൊ നിങ്ങളുടെ കർമ്മ തരത്തിലുള്ള കർമ്മഭാവത്തിലുള്ളതായ ശിക്ഷകളൊക്കെ കൊടുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കർമ്മങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഒരു കർമ്മവും ബാക്കി നിൽക്കണില്ല. കാരണം ആ നാമശബ്ദം സ്തോഭം ഹാരിഹാസ്യം വാ എന്നാമശ്രുതമനുകീർത്തയേലകസ്മാലാർത്തോ വാ യതി പതിത പ്രലംഭനാൽ വാ പ്രലംഭനാദുവാ. ആരാണോ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താ ഭത്സിച്ചുകൊണ്ടാണെങ്കിലും ആ നാമശബ്ദം ഘോഷിക്കുന്നത്, അയാൾക്ക് ഒരു കർമ്മവും ശേഷിക്കുന്നില്ല, കർമ്മഫലവും ശേഷിക്കുന്നില്ല. അങ്ങനെ ശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങളുടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണ്ടല്ലോ. ഞങ്ങൾ പറയുന്ന സംശയം ഉണ്ടെച്ചാൽ ആക്രമിക്കാനൊന്നും നിങ്ങൾ വരുന്നുണ്ടാവില്ല. നിങ്ങൾ 3, ഞങ്ങൾ 4. നിങ്ങളുടെ മഹാരാജാവിനോട് തന്നെ ചോദിക്കാം. ശരിയാണ്, നിങ്ങളുടെ മഹാരാജാവ് തന്നെയാണ്, സൂര്യനും നിങ്ങളുടെ മഹാരാജാവും ഒക്കെ തന്നെയാണ് സാക്ഷികളായിട്ട്, കർമ്മങ്ങൾക്ക് സാക്ഷികളായിട്ട് നിലനിൽക്കുന്നത്. അതിനും സാക്ഷിയായിട്ടുള്ള ആളാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കണത്. അദ്ദേഹത്തിന്റെ നാമം ആര് ഒരിക്കലെങ്കിലും ഉപാസിക്കുന്നുവോ അയാളുടെ എല്ലാവിധ തരത്തിലുള്ളതായ കർമ്മവും ശേഷവും ഇല്ലാണ്ടാവണു. അജാമളനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ നടക്കുന്നത്? തന്നെ ഈ ഭീകരരൂപികളിൽ നിന്ന് മോചിപ്പിച്ച് അവരങ്ങോട്ട് നീങ്ങി. ആ 4 ആളുകളെയും കണ്ടിട്ടില്ല. ഈ 3 തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വരണ 3 ആളുകളെയും കാണുന്നില്ല. അജാമളൻ അതേവരെ എണീക്കാനൊന്നും പറ്റണില്ല അത്രേ. പറ്റാത്ത ഒരു ഘട്ടത്തിലായിരുന്നു അത്രേ. കഥ പറയുമ്പോൾ ഭാഷയൊക്കെയാണല്ലോ. പെട്ടെന്ന് എണീറ്റു എന്നാണ് കഥകളോട് ചോദിച്ച പോലെ. എവിടെ നമ്മുടെ 10ാമത്തെ ഉണ്ണി നാരായണൻ?
കഥയുടെ ഭാഷയിൽ കേട്ടതാണ്. അപ്പോൾ ആ സ്ത്രീ ഇയാളിങ്ങനെ ഇങ്ങനെ എല്ലാം അങ്ങനെ കിടന്നിടത്ത് തന്നെ കിടന്ന് എല്ലാം പോയി അങ്ങനെയുള്ള ഒരു ആളെ പോലെയാണ് ഇപ്പൊ തന്നെ പരിചരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ തൻ്റെ ഇളയ ഉണ്ണിയാണ് എന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നു. അപ്പൊ ആ അദ്ദേഹത്തിന്റെ അകത്തുള്ള ആൾ പറഞ്ഞു അത്രേ, നമുക്ക് മക്കൾ 9 ഉള്ളൂ എന്ന്. അപ്പൊ 10ാമത്തെ ഉണ്ണിയോ നാരായണനോ അദ്ദേഹത്തിന് അതൊരു അനുഭൂതി പോലെ അനുഭവപ്പെട്ടു എന്നാണ്. ഗംഗാദ്വാരമുപയായ അവിടെ നിന്നൊരു യാത്രയുണ്ടായിന്ന സാക്ഷാൽ ദൃഷ്ടമിഹാത്ഭുതം. ഇത് ശരിക്കും ഞാൻ കണ്ടതുപോലെ തന്നെയാണല്ലോ എൻ്റെ ഗുരുവായൂരപ്പ. തൻ്റെ മറ്റു കർമ്മങ്ങളെല്ലാം ആ ഗംഗാതീരത്ത് ചെന്ന് അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. പിന്നെ അവനോന്റെ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. രാമളന്റെ ചിന്തകൾ മുഴുവൻ, ശ്രമങ്ങൾ മുഴുവൻ ആ നാമസ്വരൂപിയെ ഒരു തവണ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം എൻ്റെ മകൻ എന്ന പേരിൽ ഉപാസിച്ചതായ നാരായണന് എന്നെ ഈ മൃത്യുപാശത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചാൽ സാക്ഷാൽ നാരായണന് എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ ഇനി ഇതൊക്കെ ഇവിടെ നിർത്തുക, എൻ്റെ കർമ്മങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. എനിക്ക് എൻ്റെ കർമ്മങ്ങളൊക്കെ ശേഷായുഷാദോഷേ എന്ന് ചേലപ്രഭൻ തോന്നിയത് ഈ അജാമിളനിൽ നിന്നാണോ? നാരായണ ഹരേ ഗുരുവായൂരപ്പ. ഇവിടെ അജാമിളൻ ഗംഗാതീരത്ത് ചെന്നിരുന്ന് ഭഗവത് ഉപാസന, നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. തൻ്റെ ആ ജപം അല്ലെങ്കിൽ ആ ഉപാസനാക്രമം ഭഗവാനിലേക്ക് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നാമത്തിലൂടെ നാമം ജപിച്ച് തനിക്ക് വന്നതായ ഇത്രയും കാലം താൻ അനുഭവിച്ചതായ രംഗങ്ങളൊക്കെ വന്നതൂ പോകാതെ വേറെയും ദണ്ണങ്ങൾ പിന്നെയും പിന്നെയും വന്നങ്ങിനെ ദേഹം മുഴുവനും കൈവശമാക്കി ഇദ്ദേഹിയെ ഇട്ടു വലയ്ക്കുന്ന വേളയിൽ നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. മെയ്യൂ തളർന്നു വിവശനായൊന്നുമേ ചെയ്യുവാൻ വയ്യാതെ കൈകാൽ കുഴഞ്ഞു ഞാൻ മാലിന്യമേറ്റം എന്നൊരു ശയ്യയിൽ മാലാണ്ടു കൊണ്ടു കിടക്കുന്ന വേളയിൽ നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. തീയിലിട്ടൂതിപ്പഴുപ്പിച്ച കമ്പികൾ മെയ്യിലടിച്ചു കയറ്റുന്ന പോൽ ഊർധ്വനും ദേഹത്തിൽ നിന്നും ഇദ്ദേഹ ചൈതന്യ ദേഹത്തിൽ ആകവെയുള്ള ഈ പ്രാണനെ ദേഹത്തിൽ നിന്നും വിടർത്തുന്ന വേളയിൽ നാവൂ കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഇത് എഴുതിയ മാവലിശ്ശേരിക്ക് എനിക്ക് തോന്നുന്നു അജാമിളന്റെ അനുഭൂതി
എല്ലാം വെടിഞ്ഞിട്ടു പോകേണ്ടതായൊരു വല്ലാത്ത ഘട്ടം. എല്ലാവർക്കും ഭയങ്കരം. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരൊക്കെയും വിട്ടു പിരിയുന്നൊരാ ആ ദുഃഖവേളയിൽ നാവൂകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ, നാരായണ ഹരേ, നാരായണ ഹരേ, നാരായണ ഹരേ, നാരായണ ഹരേ. നമ്മളാണ് ചെല്ലണത്. എത്രയും ദുർവൃത്തനായോ രാജാമിളൻ പുത്രനെയോർത്ത് തൻ പേരൊന്നുരയ്ക്കവേ സത്തമനാക്കി അദ്ദേഹിയെ കൈക്കൊണ്ടു കാത്ത നാരായണ, നാരായണ. നാവൂകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ. ഗുരുവായൂരപ്പ, അജാമിളന് ഗംഗാതീരത്ത് ചെന്നിരുന്ന് തൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവത് പരമാക്കി മാറ്റാനും അതിനൊക്കെ ഈ നാമം ഒരു പ്രേരക ശക്തിയായിട്ട് മാറുന്ന കാഴ്ചയും കാണും. അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ നാമം ജപിക്കുക. നാരായണ, നാരായണ, നാരായണ. നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാറാവട്ടെ. നാരായണ, 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 നാരായണ. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും. അവസാനം എൻ്റെ ഗുരുവായൂരപ്പ സജ്ജനങ്ങൾ പറയുന്ന അവിടുത്തെ കാണാൻ പറ്റത്രേ. മമൈവഹി മുഖം യദ്വിജദേവകുലെന്ന് ഗുരുവായൂരപ്പൻ പണ്ട് പറഞ്ഞുണ്ട്. അതുകൊണ്ട് അവരുടെ വാക്ക് സത്യമാക്കേണ്ടത് ഗുരുവായൂരപ്പ മാത്രം ചുമതലയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ നാമം ജപിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ കഥയുടെ അറ്റത്ത് അതിൻ്റെ മോറൽ സയൻസ് പറയണല്ലോ, ഗുണപാഠം പറയണല്ലോ. അതിനു വേണ്ടിയിട്ട് ശ്രീ ശിവബ്രഹ്മർഷി കൊണ്ടുകൊണ്ട് നമ്മളെ യമന്റെ ആളുകൾ ചെന്ന് യമനോട് സംശയം ചോദിക്കേണ്ട, എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം? അപ്പൊ യമൻ ചോദിക്കണം, നിങ്ങൾ അവരെ കണ്ടുവോ എന്നാണ്. ഏത്? ആ 4 ആളെ. ഉവ്വ, ശരിക്കും ഉവ്വ, ശംഖചക്ര താങ്കൾ കണ്ടപ്പോഴേക്കും അവരെ കണ്ടെത്തുള്ളൂ. നിങ്ങളും പരമഭാഗ്യവാന്മാരായി. ഞാൻ പൊതുവെ ഇങ്ങനെ ധരിക്കണു, ഞങ്ങളൊരു 10-12 ആളുകൾക്കാണ് ഈ ഭാഗവത ധർമ്മം എന്താണെന്ന് അറിയാം. ഇപ്പൊ ആ ധർമ്മത്തെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഏതോ നാരായണ സാക്ഷാൽ. കുട്ടികളെ ഒന്ന് ധരിച്ചോളൂ. ഇനി എവിടെയാണോ ജിഹ്വാന ഭക്തി ഭഗവൽ ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യൽശിരയേകദാ വിത്താനാനയത്വം അസതോ കൃത വിഷ്ണു വൃത്യാൻ തൽക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ. എവിടെയാണ് ഇനിയിപ്പോ നിങ്ങളിങ്ങനെ എല്ലായിടത്തും പോവുക എന്നുള്ള ഭാഷയൊന്ന് മാറ്റിക്കോളൂ. ജിഹ്വാന ഭക്തി ഭഗവൽ ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യൽശിര ഏകദാവി. ഒരു തവണയെങ്കിലും ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാത്തവണെങ്കിൽ മാത്രം ഇനി പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് സംശയിക്കേണ്ട. അപ്പൊ ഇത്രയും കാലം കൊണ്ടുവന്നത് തോന്നുന്നു നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നത് ഈ കർമ്മശേഷം ബാക്കിയുള്ളവരെയാ. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അത് തിരുത്തി തന്നേനെ. നമ്മളാണത് ചെയ്യുന്നത് എന്നുള്ളതായ അഹന്ത അങ്ങോട്ട് മാറ്റിക്കോളൂ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്ന് കരുതാം. എന്റെ കുട്ടികളെ, നിങ്ങൾ അതിനെക്കുറിച്ച് പരിഭ്രമിക്കണ്ട. കൃഷ്ണായ നോ നമതി യൽശിരയേ കദാഭി ആ കൃഷ്ണ പരമാത്മാവിന്റെ പാദാരവിന്ദങ്ങളില്
ഒരിക്കലും നമസ്കരിക്കാത്തവനെ മാത്രം പിടിച്ചുകൊണ്ട് വന്നാൽ മതി. തൽക്ഷമ്യതാം. അങ്ങനെ അല്ലാത്തവർ എന്ത് കാട്ടുണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ വെച്ച് വിട്ടോളൂ, നോയിക്കോളും ഗുരുവായൂരപ്പൻ. നമുക്കും ആ കൃഷ്ണ പരമാത്മാവിന്റെ ഹേ ഗുരുവായൂരപ്പ കൃഷ്ണാഘ്രിപാത്മ, ആ കൃഷ്ണ പരമാത്മാവിന്റെ പാദാരവിന്ദങ്ങളില് ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ഒന്ന് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് പറയാം. കാരണം അധികം പ്രാരാബ്ധാണ്. ടി വി കാണുമ്പോൾ നാമം ജപിക്കണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം ഐസ്ക്രീം തിന്നുമ്പോൾ നാരായണ നാരായണ എന്ന് കഴിക്കണം, അങ്ങനെയൊന്നല്ല. എൻ്റെ ഗുരുവായൂരപ്പ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവാൻ, ഇടയ്ക്കിടയ്ക്ക് സജ്ജനങ്ങളുമായിട്ടൊന്ന് കൂടിച്ചേരാൻ ഗുരുവായൂരപ്പ അടിയന് ഇങ്ങനെ വഴിയുണ്ടാക്കി തരണേ. അതിന് അടിയൻ അറിഞ്ഞു അറിയാണ്ടോ, അടിയനെ അറിഞ്ഞു അറിയാണ്ടോ നാമം ചെല്ലാൻ പ്രേരിപ്പിക്കണേ. അടിയന്റെ ഈ നാമോപാസന, ആ ഒരു തവണയെങ്കിലും ചെല്ലണമായ നാമം അടിയാൻ അവിടത്തേക്കുള്ളതായ ഉപാസനയായിട്ട് സമർപ്പിക്കുകയാണേ. ആ ഉപാസന അവിടത്തേക്ക് അടിയന്റെ ഹൃദയത്തെ, അടിയൻ ഇപ്പൊ ഇങ്ങനെ എത്രയും ദുർവൃത്തനായ ഒരു അജാമിളൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ. അതിനേക്കാൾ എത്രയോ എത്രയോ ദുരിതങ്ങള് അടിയന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവാം. ഒക്കെ മാറ്റി നിർത്തി എൻ്റെ ഗുരുവായൂരപ്പ ഇവിടെ ഇങ്ങനെ കേൾക്കുന്നു, സജ്ജനങ്ങൾ ഇങ്ങനെ പറയുന്നു, അവിടുത്തെ കഥ ഇങ്ങനെ പാടിയാൽ മതി, അവിടുത്തെ നാമം ഇങ്ങനെ ചെല്ലിയാൽ മതി, എന്നാ കർമ്മശേഷം ഉണ്ടാവില്ലാന്ന്. എൻ്റെ ഗുരുവായൂരപ്പ അടിയന് ഇതാ ആ നാമത്തിന്റെ മാധുര്യം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അല്ലെങ്കിൽ ഇപ്പൊ ഏത് നാമായാലും നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ. ആ നാമ ഉപാസന ആ ഭഗവത് പാദാരവിന്ദത്തില് അനുഭൂതിയായി എത്തിച്ചേരാൻ നമുക്കൊക്കെ പ്രേരക ഭാവമായി എത്തിച്ചേരട്ടെ. ഞാൻ പറഞ്ഞേക്കാളൊക്കെ വളരെ സമയം കൂടി, നിർത്തുകയാണ് കേട്ടോ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.